നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ഒത്തുകൂടുവാൻ കൃപാലുവായ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. മുൻപ് പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ആത്മീയ കൂടിവരവിൻ്റെ ഏതാണ്ട് 4ാമത്തെ വർഷമാണിന്ന്. 4 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. വലുവനായ ദൈവം നമ്മെ അതിശയകരമായി അത്ഭുതകരമായി ഇത്രത്തോളം നടത്തി. നമ്മളിങ്ങനെ ഒത്തുകൂടി ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും അങ്ങനെ ആത്മീയത്തിൽ മുന്നോട്ട് പോകാനൊക്കെ ഉത്സാഹിക്കുകയും ചെയ്ത സമയത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ ദൈവം ചെയ്തു. പല സഹോദരങ്ങളും നിത്യരക്ഷകനായ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാനിടയായി. പലരും വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ചു. അതുപോലെ തന്നെ പലരും വചനത്തിൽ ഉറച്ചു. എന്തു വന്നാലും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപിരിക്കുമെന്നൊക്കെ ചിലർ പരസ്യമായിട്ട് തന്നെ അവരവരൊക്കെ കൂടുന്ന ആ പ്രാദേശിക സഭകളിൽ നിന്ന് വിളിച്ചു പറയുവാനിടയായത് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ തണുത്തുറഞ്ഞു പോയ ചില ജീവിതങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ ആത്മാവിൽ തട്ടി ഉണർത്തപ്പെട്ട അവരുടെ ഉള്ളിൽ ആ കെട്ടുപോയ തീ കത്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാനിടയായി. ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ട് അങ്ങനെ ശക്തമായി മുൻപോട്ട് പോകുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ടായി. അങ്ങനെ ഇതെല്ലാം ചേർത്ത് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ അതിശയകരമായ കരം നമ്മോട് കൂടെയിരുന്നു. ആ അത്ഭുത പ്രവൃത്തികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആരോ ഒരാൾ ഈ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഏതൊരു മെസ്സേജിനകത്ത് ഒരു കമൻ്റ് എഴുതിയായിരുന്നു, താങ്കൾ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടോ, താങ്കൾ വല്ല അത്ഭുതവും അടയാളമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന്. ഈ കൊട്ടാരക്കര ഭാഗത്തുള്ള ഏതോ സഹോദരന്മാരാണ് അങ്ങനെ എഴുതാനിടയായതെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ആ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ആത്മീയമായി മരിച്ചു കിടന്ന ഒത്തിരി പേരെ ജീവിപ്പിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇടയാക്കി. ഈ മരിച്ചു കിടക്കുന്നയാളെ ഉയർപ്പിച്ചുകൊണ്ട് വന്നാലും പിന്നെയും മരിക്കണമല്ലോ. അതേസമയം അല്ലെങ്കിൽ പാപസംബന്ധമായി മരിച്ചു കിടന്ന ഒത്തിരി പേരെ തട്ടി ഉണർത്തുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചു. ചിലർ യേശുക്രിസ്തുവിനെ രക്ഷിതാവെന്ന നിലയിൽ കണ്ടെത്തി, ചിലർ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും എന്നുള്ള നിലയിൽ അതിൻ്റെയൊക്കെ ആഴങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ കണ്ടെത്തി മുന്നോട്ട് വന്നപ്പോൾ അത് നമുക്കൊരു അത്ഭുതകരമായ കാര്യമാണ്. പാപിയായ മനുഷ്യൻ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമല്ലേ. ഈ ലോകത്തിൽ എത്രയോ കോടാനുകൂടി ജനമുണ്ട്. അവരെല്ലാം വന്ന് ക്രൂശിൻ്റെ മുമ്പാകെ അടിയറവ് പറഞ്ഞിട്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അലമുറയിടുന്നൊന്നുമില്ലല്ലോ. അത് അപൂർവ ആളുകളാണ് അതൊക്കെ ചെയ്യുന്നത്. അതിൽ നമ്മളുടെ ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, ഈ ഒത്തുകൂടലിനോടുള്ള ബന്ധത്തിൽ ചില മനുഷ്യരൊക്കെ അങ്ങനെ മുൻപോട്ട് വന്നു. അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമാണ്. അത് നമ്മെ സംബന്ധിച്ചത് അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളതിന് വിലമതിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇത്രയും കാലം ദൈവം നടത്തി. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ സമാന സ്വഭാവമുള്ള കാര്യങ്ങളായിരുന്നു. തുടർച്ചയെന്നോണമാണ് ഇങ്ങനെ ധ്യാനിച്ച് മുൻപോട്ട് വന്നത്. കഴിഞ്ഞ ആഴ്ചയും അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് പറഞ്ഞു കൊണ്ടുവന്നത്. അതുപോലെ ഈ ആഴ്ചയും അതിൻ്റെ തുടർച്ചയെന്നോണം കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ് ആ ഭാഗം പൂർത്തീകരിക്കണമെന്ന് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. എന്നാൽ ആ കാര്യം തൽക്കാലം പെൻഡിങ്ങിൽ വെക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സംഭവിച്ചില്ലെങ്കിൽ, അവിടുന്ന് ആയുസ്സും ബലവും തന്നാൽ അടുത്ത ആഴ്ച നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ അല്പം ബാലൻസ് പറഞ്ഞ് പൂർത്തീകരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം ചില ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉറഞ്ഞുകൂടി വന്ന കാര്യമാണ്. ആ സമയം മുതൽ അതങ്ങനെ ഉള്ളിൽ നിൽക്കുകയാണ്. ആ ഒരു വിഷയത്തിലേക്ക് വരുവാനുണ്ടായ ഒരു സാഹചര്യം കൂടി ഒന്ന് പറയാം. ആ സാഹചര്യം കൂടെ പറഞ്ഞ് മുൻപോട്ട് വരാം. അതായത് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ഒരു മാന്യ സഹോദരൻ താനിങ്ങനെ സംസാരിച്ചു വന്ന ഒരു കാര്യം നമ്മൾ കേൾക്കാനിടയായി. അതായത് അദ്ദേഹം ആകാശത്തെയും ഭൂമിയൊക്കെ സാക്ഷി വെച്ച് സകല മാലോകരോടും, വിശേഷാൽ അത് നമ്മളോടും കൂടെ വരുമല്ലോ, നമ്മയൊക്കെ ഉണർത്തിയ ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സമ്മതിക്കില്ല, അതിനൊക്കെ ശിക്ഷയുണ്ടെന്നുള്ള കാര്യം മത്തായി 12 എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാഗ്രതയായിരിക്കണമെന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു. നമുക്ക് പ്രയോജനപ്പെട്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് പിന്നീട് അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധയൊന്ന് ചെറുതായിട്ട് പോയി. ഇദ്ദേഹം ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ വിശകലനം ചെയ്തു വന്നപ്പോൾ, അത് ഇപ്പോഴൊന്നും അല്ല, കുറേ കൊല്ലങ്ങളായിട്ട് നമ്മളിങ്ങനെ വിശകലനം ചെയ്യുന്നുണ്ട്, വിവേചിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, അപഗ്രഥിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു ആകെ തുക എന്നോണം ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചെങ്കിലും
നമ്മുടെ ഉള്ളിലും പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിൽ നമുക്ക് കിട്ടിയ ബോധ്യമാണ് ഈ സഹോദരനും ഇടയ്ക്ക് കാര്യമായിട്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കക്ഷിയാണ് എന്നുള്ള ചില ബോധ്യങ്ങൾ നമുക്ക് വരാനിടയായി. അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു പഠനത്തിൽ നമുക്ക് മനസ്സിലായ കാര്യം, അദ്ദേഹം ന്യൂ ജനറേഷൻ പെന്തിക്കോസ് സമൂഹത്തിലെ ഒരു വടവൃക്ഷം തന്നെയാണ്. നാലാൾ അറിയുന്ന യോഗ്യനായ പ്രസിദ്ധനായ ഒരു പ്രഭാഷകൻ തന്നെയാണ് അദ്ദേഹം. പക്ഷെ നമ്മൾ സൂക്ഷ്മദർശിനിയിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും കാര്യങ്ങളെയൊക്കെ അടുത്ത് നിന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അദ്ദേഹം ദേഹി കേന്ദ്രീകൃതമായ പ്രസംഗിയാണെന്നുള്ളതാണ്. മനസ്സിലായോ? ദേഹി അഥവാ സോൾ, ദേഹി കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ കേൾവിക്കാരൻ്റെ ദേഹിയിൽ പോയി സ്പർശിക്കുമാറ്. അതായത് ദേഹിയിലെ പ്രത്യേകത എന്താ? ദേഹിയിലാണ് മൈൻഡും വില്ലും ഇമോഷനൊക്കെ ഇരിക്കുന്നത്. ഇമോഷൻ അഥവാ വികാരം. അപ്പോൾ അങ്ങനെ അദ്ദേഹം അതിവൈകാരികമായി ഹൈലി ഇമോഷണൽ ആയിട്ടൊക്കെ പ്രസംഗിക്കും. അപ്പോൾ ആ പ്രസംഗങ്ങൾ അനേകരെ തട്ടി ഉണർത്തും. വിശേഷിച്ച് നമ്മളുടെ ബലഹീനപാത്രങ്ങളായ അവരുണ്ടല്ലോ, ആ ബലഹീനപാത്രങ്ങളായ അവരെ സംബന്ധിച്ച് അവർ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ കമ്പാഷനെയൊക്കെ അവർ വിലമതിക്കുന്നുണ്ട്. എന്തൊരു കമ്പാഷനാണ് അദ്ദേഹത്തിൻ്റെ ആ മനസ്സലിവും കരുതലും എന്നു വേണ്ട ആ കാര്യങ്ങളിലൊക്കെ ഈ ബലഹീനപാത്രങ്ങളായ ആ സൈഡിലുള്ള ആളുകൾ. ബലഹീനപാത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പത്രോസ് പറഞ്ഞ ആ കൂട്ടർ തന്നെ, ആ കൂട്ടർക്ക് ഭയങ്കര താല്പര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. പുറമേയുള്ള മനുഷ്യരെ തൃപ്തിപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അകമയുള്ള മനുഷ്യരെ തൃപ്തിപ്പെടുത്തുകയോ സ്പർശിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ പറയാറില്ല അധികം. അതെന്തും ആകട്ടെ, ഞാൻ അവിടെ നിന്നുകൊണ്ട് അധികം പറയാനല്ല ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശകലനം ചെയ്തപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അങ്ങ് ജെറുസലേമിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആ മതിലിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം ഊന്നുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിൽ ശലോമോൻ ആ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ്. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇവിടെ നിന്ന് കഴിക്കുന്ന പ്രാർത്ഥന സ്വർഗം കണ്ണ് തുറന്ന് കാണുകയാണെന്നും ചെവി തുറന്ന് കേൾക്കുകയാണെന്നൊക്കെ. അവിടെ കഴിക്കുന്ന പ്രാർത്ഥന ഞാൻ കേൾക്കുമെന്നുള്ള കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ചില കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അതെന്തും ആകട്ടെ, അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കും. മറ്റെല്ലാ സ്ഥലത്തു നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമെങ്കിലും അതിനൊരു വിശേഷതയുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അവിടെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല, അതിനെക്കുറിച്ചൊന്നും പറയാനല്ല ഇപ്പോൾ തുനിയുന്നത്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ കേൾവിക്കാരായ സഹോദരങ്ങളെ കാണാൻ പാകത്തിന് അതൊക്കെ അതിനകത്ത് ആ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരുന്നു അതിനകത്ത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണിച്ചതിന് ശേഷം ഞാനായിട്ട് ചില സെൻറ്റൻസുകൾ ഇങ്ങനെ പറയായിരുന്നു, ഇത് ഇങ്ങനെയാണ് അത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അടുത്തൊരു കാര്യത്തിലേക്ക് നമ്മുടെ മെസ്സേജ് ഇങ്ങനെ കയറുന്നതിന് മുൻപ്, അതായത് ഞാൻ സംസാരിച്ചതിൽ ഒരു സെൻറ്റൻസ്, ആ സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ അത് പറഞ്ഞു തുടങ്ങിയത്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ സഹോദരൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ കാര്യമായ മുടി, അതായത് തലമുടിയൊന്നുമില്ല. എന്നാൽ ഇന്ന് സമൃദ്ധമായ കാർക്കൂന്തൽ, അതായത് നല്ല കറുത്തിരുണ്ട കാർക്കൂന്തൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ, ഇതൊരു അത്ഭുതമാണ്. ആ സമയത്തൊക്കെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ചധികം മുടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമയമായപ്പോൾ ഏതാണ്ടൊക്കെ ആ മുൻവശത്തു നിന്നൊക്കെ ഇങ്ങനെ എന്ത് കാരണമാണോ അതൊക്കെ ഇങ്ങനെ അങ്ങ് പോയി. അപ്പോൾ അതൊക്കെ കുറഞ്ഞിരിക്കുന്നൊരു കാലമായി എന്നെ സംബന്ധിച്ച്. അദ്ദേഹത്തെ സംബന്ധിച്ച് അതിനകത്തൊക്കെ അദ്ദേഹം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു നിലയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു നിലയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഞാനങ്ങ് പറഞ്ഞു വിട്ടിട്ട് ഞാൻ കാര്യത്തിലേക്ക് കടന്നുപോയി. എനിവേ, ഈ മെസ്സേജൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അതങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ചില വാത്സല്യ സഹോദരങ്ങൾ അവരുടെ സ്നേഹിതരായ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗോളം എന്നൊക്കെ പറയുന്നത് ശരിയായ വാക്കല്ല, ന്യൂ ജനറേഷൻ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പുകളിലുള്ള ചില സഹോദരങ്ങൾക്കൊക്കെ അവരിങ്ങനെ ഫോർവേഡ് ചെയ്യുകയും കൊടുക്കുകയും കേട്ടു എന്നൊക്കെ ചോദിക്കുമല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കാനിടയായി. അപ്പോൾ ആ സഹോദരങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരല്പം കേട്ടു, എന്നിട്ട് ഞങ്ങൾ അവിടെ നിർത്തിയെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ കേൾക്കാൻ തുനിഞ്ഞില്ല. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ കണ്ടും കേട്ടും വന്നപ്പോൾ നിങ്ങളുടെ ആ പ്രസംഗി പറയുകയാണ്,
നിങ്ങളുടെ ആ പ്രസംഗി പറയാണ് ആ ശുശ്രൂഷകൻ്റെ തലയിൽ മുടിയില്ലായിരുന്നു, ഇപ്പം മുടിയുണ്ടെന്നൊക്കെ. ഇതൊക്കെ പാസ്റ്റർക്ക് പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയല്ലല്ലോ. ഇതൊക്കെ ആ പ്രസംഗിക്ക് പറയേണ്ട എന്ത് കാര്യമാണ്? അങ്ങനെ പറയുന്ന ഒരാളുടെ പ്രസംഗം ഞങ്ങളിനി കേൾക്കില്ല, ഒരു കാരണവശാലും കേൾക്കില്ല. ഞങ്ങളത് സുല്ലടിച്ചിരിക്കുന്നു, നിർത്തി. അപ്പോൾ അത് കേട്ട നമ്മുടെ സഹോദരങ്ങൾ പലരും, നമ്മളുമായിട്ട് അടുപ്പമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അവർ സങ്കടപൂർവ്വം എന്നോട് പറയാനിടയായി, പാസ്റ്റർ എന്ത് പരിപാടിയാണ് പറഞ്ഞത്, അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ആ ആളുകളൊന്നും അത് കേട്ടില്ലെന്ന് പറഞ്ഞു. അതെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഡിജിറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. 9K, 9.5K, 9 പോയിന്റ് കഴിഞ്ഞിട്ട് 10Kയിലേക്ക് കയറുക. അതായത് 10,000 ആൾക്കാർ അപ്പം തന്നെ കണ്ടു കഴിഞ്ഞു. പിന്നെ ആളുകൾ മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് ഇവർ കുറച്ച് ആൾക്കാർ കേട്ടില്ലെന്ന്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. ഞാനൊരു സർക്കാസം എന്ന നിലയിലാണ് അത് പറഞ്ഞത്. മനസ്സിലാക്കുക, ഒരു സർക്കാസം എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. സാധാരണ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ നർമ്മത്തിൻ്റെ മേമ്പൊടിയിൽ ചാലിച്ച്, അതിനകത്ത് ചില അമ്പുകളൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും നർമ്മത്തിൻ്റെ മേമ്പൊടി ചാലിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇതിനകത്തൊരു ചെറിയ അമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ, അമ്പില്ലാതെ ഒന്നുമില്ല. അമ്പൊക്കെ വെച്ചിട്ട് തന്നെ ഞാൻ ചിരിച്ചോണ്ടാണ് പറഞ്ഞത്. അത് ഒരു ബോഡി ഷെയ്മിങ് എന്നുള്ള നിലയിൽ ആരും പരിഗണിക്കരുത്. സൗരങ്ങൾ മനസ്സിലാക്കണം, ഒരാളുടെ നിറത്തെയോ ആളുടെ രൂപത്തെയോ ഷെയ്പ്പിനെയോ ഒന്നും വെച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ആളുമല്ല, മേലാലും പറയില്ല. ഇതങ്ങനെയല്ല പറഞ്ഞത്. അന്ന് നമ്മൾ കണ്ടപ്പോൾ വാത്സല്യ സഹോദരൻ്റെ തലയിൽ മുടി വളരെ കുറവായിരുന്നു, എങ്കിലും അദ്ദേഹത്തെ കാണാൻ നല്ല ഹാൻഡ്സമാണ്, നല്ല മിടുമിടുക്കനാണ്. എനിക്ക് അന്ന് കാണുന്നതാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത്. നല്ല മിടുമിടുക്കനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ യോഗ്യനായ, പറയുന്ന കാര്യങ്ങൾ യോഗ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഞാൻ ഉത്തരം പറയുന്നില്ല. പക്ഷേ ആളെ കാണുമ്പോൾ ഫിസിക്കലി യോഗ്യനാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, ഇടപാടുകളെല്ലാം നമുക്ക് അംഗീകരിക്കാതെ തരവില്ല. അതിനകത്തുനിന്ന് എന്ത് തർക്കത്തിൻ്റെ കാര്യം, ഒരു തർക്കവുമില്ല. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മളന്ന് പറഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ സങ്കടത്തിലായി കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, സഹോദരങ്ങളെ, ആ വിഷയത്തിനൊരു ഗൗരവമുണ്ടല്ലോ, അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എനിക്ക് തരാൻ പറഞ്ഞു. 12 അല്ലെങ്കിൽ 24 മണിക്കൂർ എടുത്തോളാൻ പറഞ്ഞു. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാ, ശ്വാസം വിടാൻ പോലും അവർക്ക് സമയമില്ല. ഇന്ന് ശ്വാസം വിട്ടോന്ന് ചോദിച്ചാൽ കഷ്ടപ്പെട്ട ഇന്ന് ശ്വാസം വിട്ടേന്ന് വരെ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് അവരുടെ തിരക്കെന്നാന്ന്. അത്രയും തിരക്കുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്, ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനത്തെ ഈ തലമുടിയൊക്കെ ഉണ്ടല്ലോ, തലമുടിയൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ നട്ട് പിടിപ്പിക്കുക എന്ന് പറയാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാമായിട്ട് ഒരു ബൈബിൾ വീക്ഷണം അല്ലെങ്കിൽ ഒരു പുതിയ നിയമ വീക്ഷണം, അങ്ങനെ ആ വീക്ഷണങ്ങളെല്ലാമായിട്ട് മുന്നോട്ട് പോരട്ടെ എന്ന് പറഞ്ഞു. 1 ഷീറ്റ് പേപ്പറിലോ 2 ഷീറ്റ് പേപ്പറിലോ എങ്ങനെ വേണേലും എഴുതിക്കോളാൻ പറഞ്ഞു. ഏത് രീതിയിൽ വേണേലും എഴുതിക്കും. നിങ്ങളുടെ വീക്ഷണം എന്താണ് ഈ കാര്യത്തിൽ, നിങ്ങളുടെ പഠനം എന്താണെന്ന് എനിക്കറിയണം. ഞാൻ അന്ന് പ്രസംഗിച്ച പ്രസംഗത്തിൽ ഏതാണ്ട് 40 മിനിറ്റ്സ് ഉണ്ട്. ആ 40 മിനിറ്റ്സിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ മടങ്ങിവരവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയുമ്പോൾ തന്നെ അതിലേറ്റവും സീരിയസ് ആയ ഒരു കാര്യമാണിത്. അത്രയും നേരം സംസാരിച്ചതിൽ ഏറ്റവും സീരിയസ് ആയൊരു കാര്യമാണെന്ന് ഇത്. സർക്കാസം മാത്രമല്ല, നർമ്മവും മേമ്പൊടിയൊന്നുമല്ല, അതിനകത്ത് ഗൗരവതരമായ ചില വിഷയങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. ആ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവമക്കൾ തിരിച്ചറിയേണ്ടത്. നമ്മളതൊക്കെ ആത്മാവിൽ മനസ്സിലാക്കണം, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ തലയിലെ ഈ തലമുടിയും കാര്യങ്ങളൊന്നും നമുക്ക് കുട്ടികളുണ്ടായ സമയത്ത് എവിടെയെങ്കിലും പോയി വാങ്ങി വെച്ച് പിടിപ്പിച്ചൊന്നും അല്ലല്ലോ. അത് പ്രകൃതിയാ ഉള്ളതാണ്, ജന്മനാ ഉള്ളതാണ്. നമ്മളാരും ഒന്നും ചെയ്തിട്ടുണ്ടായി വന്നതൊന്നുമല്ല. അതുണ്ടായി വരുന്നു. ആൺപിള്ളേരുടെ നമ്മൾ മുറിച്ച് കളയും, പെൺപിള്ളേരുടെ അവിടെ വളരട്ടെ എന്ന് വയ്ക്കും. മുറിച്ച് കളഞ്ഞാലും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അതിങ്ങനെ മുന്നോട്ട് പോകും. എൻ്റെ തലയിലൊക്കെ നല്ല കറുത്ത തലമുടിയായിരുന്നു. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് പ്രായമാകുക എന്ന് പറയും. പ്രായമൊക്കെ ആയി വന്നു കഴിയുമ്പോൾ അത് പതിയെ 1-2 കൊഴിഞ്ഞു തുടങ്ങും. പിന്നെ അതങ്ങനെ നരച്ചു തുടങ്ങും. നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയ സമയത്തൊന്നും അങ്ങനെ കാര്യമായ നരയൊന്നും ഇല്ലായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ നരയില്ലാത്ത ഭാഗങ്ങൾ വളരെ കുറവാണ്. കൂടുതൽ ഭാഗത്ത് നരകളായി മാറി. അതെന്താ? അത് വേറെ അസുഖമൊന്നുമല്ല സഹോദരങ്ങളെ, പ്രായമായി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പം ഞാൻ ഈ തലമുടി കത്രിക്കാൻ പാകത്തിന്, രോമം കത്രിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെ ഈ കത്രിക്കുന്ന പരിപാടിക്ക് ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ
ഈ ബാർബർ ഇപ്പോൾ ഒന്നും ചോദിക്കാറില്ല, ഇപ്പം മിണ്ടാറ് പോലുമില്ല. എന്നെ മനസ്സിലാക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നേരത്തെയൊക്കെ കുറേ നാൾ മുമ്പൊക്കെ ഈ ബാർബർ ചോദിക്കും, ഈ അവിടങ്ങളിലൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കുന്നത് കാണുമ്പോൾ നമുക്കിതെല്ലാം കറുപ്പിക്കാമെന്നാണ് പറയുന്നത് പുള്ളി. അവിടെ വരുന്ന ആൾക്കാരെല്ലാം കറുപ്പിച്ചിട്ടാണ് പോകുന്നത്. ഞാനൊരുത്തം മാത്രം അങ്ങനെ തന്നെ പോയിട്ട് അങ്ങനെ തന്നെ തിരിച്ചു പോരുന്നു. അതല്ലേ എന്തിനാ ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ട് കിടക്കുന്നത്? വെളുപ്പിച്ചുകൊണ്ടല്ല, ഇങ്ങനെ വെളുത്തതും ചുവന്നുകൊണ്ട് കിടക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കിതെല്ലാം കറുപ്പിക്കാം, നിങ്ങളെ കൂടുതൽ ചെറുപ്പക്കാരനാക്കി മാറ്റാമെന്നുള്ളതാണ് നമ്മുടെ ബഹുമാന്യ ബാർബർ പറയാതെ പറഞ്ഞു വരുന്നത്. ഇതാരോടാ പറയുന്നത്? ഈ പറയുന്നത് ആരോടാ? ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ മുടി വെട്ടാൻ വരുന്നുണ്ട്. അതിലൊരാളോടാണോ പറയുന്നത്? അങ്ങനെ അതിലൊരാളോടല്ല പറയുന്നത്. ഈ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന പോലെ ലോകത്തോട് നിരന്നുകൊള്ളുവാൻ നിരപ്പിൻ്റെ ശുശ്രൂഷയുമായി വന്നിരിക്കുന്ന ഒരു പുതിയ നിയമ ശുശ്രൂഷകനോട് അവൻ പറയുന്നതെന്ന് അവനറിയില്ല. ഇത് ഒരു പെന്തക്കോസ് പാസ്റ്ററോടും പുതിയ നിയമ സഭയിലെ ഒരു ശുശ്രൂഷകനോടുമാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പാവം പിടിച്ച ഈ ബാർബർക്ക് അറിയാവോ? എൻ്റെ തലയിൽ ഒരു മുടി കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ അവനെ കൊണ്ട് കഴിയുമോ? അവനാരാ? അവനെ കൊണ്ട് എന്ത് കഴിയുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് കൊഴിഞ്ഞു പോയാൽ തിരിച്ചെടുത്ത് വെക്കാൻ അവനെ കൊണ്ട് പറ്റുമോ? അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ വെച്ച് പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ അതവിടെ ഇരിക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഞാൻ ജനറലായിട്ടാണ് പറഞ്ഞു വരുന്നത്. ജനറലായിട്ട് പറഞ്ഞു വരുമ്പോൾ ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവൻ, ബലിപീഠത്തിൽ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഒരുവൻ, ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ട് നിൽക്കുന്നവൻ, സ്വർഗത്തിൻ്റെ ആംബാസിഡറായിട്ട് നിൽക്കുന്ന ഒരുവൻ, ഇന്ന് ആ ശുശ്രൂഷകനെ കാണുന്നവൻ ക്രിസ്തുവിനെയാണ് കാണേണ്ടത്. ക്രിസ്തുവിനെ കാണണം. ആ ശുശ്രൂഷകൻ ഈ ലോകത്തിന് അനുരൂപനാകരുത് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് പുസ്തകത്തിൽ. വിശുദ്ധ തിരുവെഴുത്ത് പറയാണ് ഈ ലോകത്തിന് അനുരൂപരാകരുത്. അപ്പോൾ മറ്റുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് ചെയ്താൽ എന്താ കുഴപ്പമെന്നൊക്കെ ചിലർ ചിന്തിക്കും. അങ്ങനെ മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യട്ടെ, ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അതൊന്നും പറ്റത്തില്ലെന്നേ. നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല കാര്യങ്ങൾ. നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, അതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ. കാര്യങ്ങൾക്ക് ആഴമുണ്ട്, ഗൗരവമുണ്ട്, അതിന് വലിയ ആഴവും പരപ്പമുള്ള വിഷയങ്ങളാണിതൊക്കെ. ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുഞ്ഞുകളിയായിട്ടാണോ ചിന്തിക്കുന്നത്? ദൈവം അറിയാതെയാണോ മുടി വളരുന്നതും മുടി ഒഴിയുന്നതും? അല്ലെങ്കിൽ എന്തുമാകട്ടെ സംഭവിക്കുന്ന സകല കാര്യങ്ങളും സൃഷ്ടാവായ ദൈവം അറിഞ്ഞാണ്. അതൊന്നും ദോഷത്തിനല്ല, അതെല്ലാം നന്മയ്ക്കാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നന്മയ്ക്ക് തന്നെയാണ്. അത് തന്നെയല്ല, ചില കാര്യങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിച്ച് ഉണർത്തും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായത് ദുരന്തപൂർണമായൊരു കാര്യമാണ്. അതൊരു സത്യമാണ്. അവിടെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, അവരുടെ ബന്ധുക്കൾ, അവരെല്ലാം എടുത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അതെല്ലാം വലിയ സങ്കടകരമായ കാര്യമാണ്. ആ ഒരു സംഭവം മലയാള ഭാഷ സംസാരിക്കുന്ന ദൈവമക്കളുടെ ഇടയിലും അവരുടെ അയൽവാസികളായ മറ്റ് സ്റ്റേറ്റുകാരൊക്കെ ഉണ്ടല്ലോ, ഈ വിവരമൊക്കെ അറിയുന്നവർ, അത്തരക്കാരുടെ ഉള്ളിലും ഒരു ചിന്ത കടന്നു വരുവാൻ വേണ്ടിയാണ് ദൈവം അനുവദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരു സൈഡിൽ അങ്ങനെ സംഭവിക്കുന്നു, അത് ഒരു ദുഃഖകരമാണെന്ന് ഞാൻ പറഞ്ഞു. അതേ സമയം തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെ എല്ലാം ദൈവമക്കളോട് ദൈവം സംസാരിക്കും. ദൈവം എന്നാ സംസാരിക്കുന്നത്? നീ ഇവിടെ അന്യനും പരദേശിയുമാണ്, ഇവിടെ സ്ഥായിയായി ഒരു ബംഗ്ലാവും വെക്കാൻ പറ്റില്ല, ഇവിടെ സ്ഥായിയായി കിടക്കാനും പറ്റില്ല. അത് തന്നെയല്ല, ഇതിനെല്ലാം ഒരു അന്തമുണ്ട്. ഈ കാണുന്ന ആകാശം പുക പോലെ മാഞ്ഞു പോകും, ഈ ഭൂമി പഴകിയൊരു വസ്ത്രം പോലെ ചുരുട്ടിക്കളയുന്നൊരു ദിവസം വരുന്നു. ഇത് തീക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. തീക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഇതിനടിയിൽ തീക്കുണ്ടമാണ്. നമ്മൾ തീക്കുണ്ടത്തിൻ്റെ മുകളിലാണ് ബംഗ്ലാവ് പണിയുന്നത്. നമ്മുടെ യൂറോപ്യൻ സഹോദരങ്ങൾ, നമ്മുടെ അമേരിക്കൻ സഹോദരങ്ങൾ, നമ്മുടെ നമ്മുടെ മിഡിൽ ഈസ്റ്റ് സഹോദരങ്ങൾ, നമ്മുടെ ഇന്ത്യൻ സഹോദരങ്ങളെല്ലാം വണ്ടി ഓടിക്കുന്നത് ഈ തീക്കുണ്ടത്തിൻ്റെ മുകളിലൂടെയാണ്. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ടൊരു പോക്ക് പോകുമല്ലോ. ആ പോക്ക് പോകുമ്പോൾ ആളുകൾ എന്നെ വിചാരിക്കുന്നത്, ദൈവം തന്ന നന്മയാണ് ഈ ഇട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. ദൈവം തന്ന നന്മയാണ്, ഞാൻ നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്നതിലാ. എൻ്റെ ആ പഴയ ഈ 800 മാറ്റിയിട്ട് ഇപ്പോൾ അതിൽ കൂടിയ സൈസ് സാധനമായല്ലോ. ആ ഒരു കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എഴുതപ്പെട്ട തിരുവെഴുത്ത് എന്താ നമ്മളോട് പറയുന്നത്? ഇപ്പം നമ്മളിട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്ന സാധനവും അത് ഓടുന്ന ആ റോഡും അതിന് ആ ഭൂമിയും അതെല്ലാം കത്തിപ്പോകാനിരിക്കുക. അതെല്ലാം കത്തിച്ച് കളയും, സകലതും കത്തിച്ച് കളയും. നമ്മെ മാത്രം കത്തിക്കില്ല. നമ്മെ മാത്രം കത്തിക്കില്ല. ശരിക്കും കത്തിക്കാൻ വെച്ചതാ, നാമും കത്തിപ്പോകേണ്ടതാണ്. എന്നാൽ കൃപയാൽ നാം രക്ഷപ്പെട്ടവരാണ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ കൃപയാൽ രക്ഷപ്പെട്ട മനുഷ്യരായ നാം ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. സഹോദരങ്ങളെ,
ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയോടുള്ള ബന്ധത്തിൽ, ഒരു പുതിയ നിയമ ശുശ്രൂഷകനോടുള്ള ബന്ധത്തിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളിത് എത്ര പേര് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വളരെ സീരിയസ് ആയ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ രൂപം മാറ്റാൻ ശ്രമിക്കുന്നു, ഷെയ്പ്പ് മാറ്റാൻ ശ്രമിക്കുന്നു, കൊഴിഞ്ഞു പോയ മുടി വെച്ച് പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇനി അതിലൊക്കെ കൂടുതൽ ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണല്ലോ, ഒത്തിരി ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. ലോകക്കാരൊക്കെ ലോകക്കാരൊക്കെ കറുപ്പിക്കുകയോ വെളുപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഒരു ക്രിസ്ത്യാനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് അനുവാദമില്ല വചനപ്രകാരം. വചനം പറയാം, അങ്ങനെയെങ്കിലും ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ ഒരു പടിയും കൂടെ മുൻപിലാണ്. ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ ഒരു പടിയും കൂടെ മുൻപിൽ നിൽക്കുകയാണ്. അവർക്കിങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അത് ദൈവഭയമില്ലായ്മയാണ് കാണിക്കുന്നത്, ദൈവഭയമില്ലായ്മ. ദൈവം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന കാര്യത്തിൽ തൃപ്തരായിരിക്കുക, ആ തൃപ്തിയിൽ മുൻപോട്ട് പോകുക. നമ്മൾ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ മറ്റാളുകളെ ഒരിക്കലും നമ്മിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ ഒരിക്കലും മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കരുത്. അത് അപകടമാണ്, അത് ദൈവസന്നിധിയിൽ കുറ്റകരമായ കാര്യമാണ്. ഒരു വ്യക്തിയെയും ഒരു മനുഷ്യനെയും തന്നിലേക്ക് അടുപ്പിക്കാൻ പരിശ്രമിക്കരുത്, ഉത്സാഹിക്കരുത്. മറ്റുള്ളവരെ കർത്താവിലേക്കാണ് അടുപ്പിക്കേണ്ടത്. നമ്മൾ അവിടെ സൈലൻ്റാണ്, ശുശ്രൂഷകൻ അവിടെ സൈലൻ്റാണ്. ശുശ്രൂഷകൻ്റെ ചന്തമൊന്നും മറ്റുള്ളവർ കാണണ്ട. മുടിയുണ്ടോ മുടിയില്ലയോ, പുള്ളിയുടെ ശബ്ദം എങ്ങനെയാണ്, ശബ്ദം കുറച്ചും കൂടെ കളകളനാദമാക്കാൻ വേണ്ടി ഒരു ഓപ്പറേഷൻ ചെയ്തേക്കാം. അല്ലല്ലോ കുയിൽനാദമാക്കാനോ, അങ്ങനെ കുയിൽനാദമാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓപ്പറേഷനൊക്കെ ചെയ്ത് ശബ്ദമൊക്കെ ക്ലിയർ ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ ഇറങ്ങിത്തിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ചില വചനഭാഗങ്ങളിലൂടെ പറയാനായിട്ടുള്ളത്. അതിൽ ദൈവസന്നിധിയിൽ യോഗ്യമല്ലാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ദൈവമക്കളൊന്ന് മനസ്സിലാക്കുക. ഞാൻ ഒന്നാമതായിട്ട് നിങ്ങളോട് പറയട്ടെ, പഴയ നിയമം പോലെയല്ല പുതിയ നിയമം. പുതിയ നിയമത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പുതിയ നിയമത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സുവിശേഷം കേട്ടാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. സുവിശേഷം നമ്മുടെ ആത്മാവിനെ തട്ടി ഉണർത്തുകയാണ്. തട്ടി ഉണർത്തപ്പെട്ട ആത്മാവിൽ, അതായത് നാം ദൈവത്തോട് ബന്ധം പുനഃസ്ഥാപിക്കുമാർ, ദൈവത്തോട് സംസാരിക്കുമാർ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ ശരീരവും നമ്മുടെ ദേഹിയും, അഥവാ പ്രാണനും ശരീരവും, ഈ രണ്ട് ഭാഗത്തിൻ്റെ വീണ്ടെടുപ്പ് ഇനിയും പൂർത്തീകരിക്കപ്പെടാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ സമ്പൂർണ്ണമായും നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നമ്മുടെ പ്രയത്നത്താലോ നമ്മുടെ അത്യധ്വാനത്താലോ ഒന്നുമല്ല സാധിപ്പിച്ചെടുത്തത്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അതുപോലെ വീണ്ടും നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ പ്രാണൻ്റെയും അഥവാ ദേഹിയുടെയും വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണവും കർത്താവ് തന്നെ നടത്തും. നാം ആ സമർപ്പണത്തിലായിരുന്നാൽ മതി. അപ്പം ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കും, അത് വലിയ ഗൗരവമുള്ള കാര്യം തന്നെയാണെന്ന്. അപ്പോൾ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരീരത്തിന് അത്ര വലിയ പ്രാധാന്യം നമ്മുടെ ആളുകൾ പലരും അങ്ങനെ ചിന്തിക്കാറില്ല, അത്ര വലിയ പ്രാധാന്യം ചിന്തിക്കാറില്ല. ചില ശുശ്രൂഷകരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരും പറയാറുണ്ട്, പുറമേ ഉള്ളതിനല്ലെന്ന് ഈ പ്രാധാന്യം, അകമേ ഉള്ളതിനാണ് പ്രാധാന്യം എന്നൊക്കെ. അത് വാസ്തവമാണ്. അകമേ ഉള്ളതിന് പ്രാധാന്യമുണ്ട്, പുറമേ ഉള്ളതിനും നല്ല പ്രാധാന്യമുണ്ട്. പുറമേ എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ നമുക്ക് എങ്ങനെയും ആകാം, എന്തും ആകാമെന്നൊക്കെയുള്ളൊരു ധാരണ പലർക്കും ഉണ്ട്. അത് വചനം കൂടുതൽ പഠിക്കാത്തതുകൊണ്ടും ഗ്രഹിക്കാത്തതുകൊണ്ടുമാണ് ആ കുഴപ്പം, ആ അപകടം. കാര്യങ്ങൾ നല്ല നിലയിൽ പഠിച്ചു വരുമ്പോൾ ഇതെല്ലാം സീരിയസ് ആണ്. ഇത് ഏതെങ്കിലും മുറിച്ചു മാറ്റാൻ പറ്റുമോ? ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ എന്താ? ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നും കൂടെ ഉള്ള ഒരു ഘടകമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലേ? ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാ? അവൻ്റെ ആത്മാവിലും പ്രാണനിലും ശരീരത്തിലും ശുദ്ധിയുള്ളവനായിരിക്കണമെന്നാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ വായിക്കുന്നത്. ഇത് മൂന്നും കൂടെ കൂടുന്നതാണ് മനുഷ്യൻ. അപ്പോൾ ആ മൂന്നിനും എല്ലാ നിലയിലും പ്രാധാന്യമുണ്ട്, വളരെ ഗൗരവമുണ്ട്. ഈ ശരീരം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്താ? ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി തീരേണ്ടതാണ്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി തീരേണ്ടതാണ്. അപ്പം ഞാനതിൻ്റെ തുടക്കം ഇങ്ങനെ പറയാം. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി അവൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് പറഞ്ഞതുപോലെ സുവിശേഷം കേട്ടാണ്. ആ സുവിശേഷം കേട്ട് അവനൊരു സമർപ്പണാനുഭവത്തിലേക്ക് വരികയാണ്. അവൻ തൻ്റെ രക്ഷകനെ കണ്ടെത്തുകയാണ്. യേശു ക്രിസ്തു എന്ന രക്ഷകനെയാണ് തുടക്കത്തിൽ കണ്ടെത്തുന്നത്. ആ വീണ്ടെടുപ്പിൻ പ്രക്രിയയോടുള്ള ബന്ധത്തിൽ രക്ഷകനെ അവൻ കണ്ടെത്തുന്നു, രക്ഷകനെ അനുഭവിക്കുന്നു, അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത പടിയെന്നോണം അവൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അവനോട് ശരിയായ ശുശ്രൂഷകന്മാർ, അതായത്
ഉയരത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ പറയും, മകനെ അല്ലെങ്കിൽ മകളെ ഇരുന്ന് കണക്ക് കൂട്ടി നോക്കുക. കർത്താവ് നിന്നെ രക്ഷിച്ചു എന്നുള്ളത് സത്യമാണ്. തുടർന്ന് വിശ്വാസ സ്നാനത്താൽ നീ ചേരുന്നത് യേശുക്രിസ്തുവിനോടാണ്, തൻ്റെ സഭയുടെ ഭാഗമാകുകയാണ്, നീ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടെ മുതൽ മരണം വരെ ഒരു വിശുദ്ധ ജീവിതം നീ നയിക്കേണ്ടതുണ്ട്. ശേഷം മനുഷ്യരെ പോലെ നിനക്കിനി ജീവിക്കാൻ കഴിയില്ല. നീ ഒരു കെട്ടപ്പെട്ട മനുഷ്യനായിട്ട് മാറുകയാണ്. അതായത് പുത്രൻ നിനക്ക് ആത്മീക സ്വാതന്ത്ര്യം തന്നെങ്കിലും പിന്നത്തേതിൽ നീ മനഃപൂർവ്വമായി നുകത്തിൻ കീഴിലേക്ക് നടന്നു വന്ന മനുഷ്യനാണ്, അല്ലേ? വിശ്വാസ സ്നാനത്തോടുള്ള ബന്ധത്തിൽ തുടർന്നുള്ള ജീവിതത്തിൽ നാം നുകത്തിൻ കീഴിലേക്ക് നടന്ന് വരികയാണ്. മനഃപൂർവ്വമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നുകത്തിൻ കീഴിലായ മനുഷ്യൻ. ഇനി ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത്, അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം, തുടർന്നുള്ള അധ്യായങ്ങൾ, പിന്നെ ഒടുക്കം 6-ാം അധ്യായം. അവിടെ എല്ലാം വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താ? ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്ര എന്നാണ്. അവിടെ ക്രൂശിക്കപ്പെട്ട ഒരു ഭക്തനെയാണ് കാണുന്നത്. കൊരിന്ത്യർ ലേഖനത്തിലേക്കും മറ്റു ലേഖനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പൗലോസ് പറയുന്ന ഭാഷ എന്ന് പറയുന്നത്, ഞാൻ ദിവസേന മരിക്കുന്നു. അപ്പോൾ ദിവസേന മരിക്കുന്നവൻ, ദിവസേന ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ, ഇതൊരു പ്രോസസ്സാണ്. അനുദിന ജീവിതത്തിലൊരു പ്രോസസ്സാണ്. ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കമാണ് ഞാൻ പറയുന്നത്. റോമാലേഖനം 12-ന്റെ 1-2 വാക്യം നമുക്കറിയാം. നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ളൊരു യാഗമായി, ബുദ്ധിയുള്ളൊരു ആരാധനയായി ദൈവസന്നദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു യാഗമായി ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ആ വാക്യമൊക്കെ നിരന്തരം വായിക്കുന്നതും അറിയാവുന്നതുമായതുകൊണ്ടാണ് വായിപ്പിക്കാൻ ഞാൻ സമയം മെനക്കെടുത്താത്തത്. കാരണം മുന്നോട്ട് ഒത്തിരി പറഞ്ഞു പോകാനുണ്ട്. വേറെ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അറിയാവുന്ന വേദഭാഗങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു വിടാം, നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത് റോമാലേഖനം 12-ന്റെ 1-2 വാക്യങ്ങളാണ്. അവിടെ നമ്മളങ്ങ് തുടങ്ങുകയാണ്. രക്ഷാസന്ദേശം കേട്ടു, ആ സന്ദേശം നമ്മളെ പിടിച്ചുലച്ചു. പൗലോസ് ദമസ്കോസിൽ വെച്ച് കർത്താവുമായി അഭിമുഖം നിന്നതുപോലെ ഒരു എൻകൗണ്ടർ നടക്കുകയാണ്. അങ്ങനെ നാം രക്ഷകനെ കണ്ടെത്തുകയാണ്. ആ രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരുന്ന നമ്മെ പരിശുദ്ധാത്മാവ് സകല സത്യങ്ങളും ധരിപ്പിക്കുകയാണ്. ഇങ്ങനെ അധികകാലം മുൻപോട്ട് പോകാൻ കഴിയില്ല. രക്ഷിക്കപ്പെട്ടതെന്നുള്ള വാസ്തവമാണെങ്കിലും രക്ഷിച്ചവനോട് ചേരാതെ ആ ദൈവിക സംരക്ഷണം, ആ സ്വർഗീയമായ പ്രൊട്ടക്ഷൻ ലഭിക്കില്ല. അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ പഴയ മനുഷ്യനെ അടക്കണം. പഴയ മനുഷ്യൻ്റെ മേൽ സൈറ്റാൻ ക്ലെയിം ചെയ്യും. അതുകൊണ്ട് ആ അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ നമ്മൾ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു, ഈ കാര്യത്തെക്കുറിച്ച് ഉത്തമ ബോധ്യം വേണം. എന്നാൽ മലയാളക്കരയിലെ ഇപ്പോൾ ഉള്ള ശുശ്രൂഷകന്മാരൊക്കെ റോമാലേഖനം 12-ന്റെ 1-2 മരിക്കുന്നതിൻ്റെ 2 ആഴ്ച മുമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് വായിക്കുന്നതും പഠിപ്പിക്കുന്നതും. 90 വയസ്സുള്ള അച്ചായനെ മരിക്കുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് നമുക്കിനി റോമാലേഖനം 12-ന്റെ 1-2 വായിച്ചേക്കാമെന്ന്. അപ്പോൾ ഇത്രയും കാലം അച്ചായന് ഇഷ്ടമുള്ള പോലെ ജീവിച്ച് മുന്നോട്ട് പോയി. ബലിപീഠം ഒന്നും അച്ചായൻ്റെ മുമ്പിൽ വെച്ചില്ല. ബലിപീഠം റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിക്കുമ്പോൾ ആ 2 വാക്യത്തിനകത്ത് ബലിപീഠം ഇരിക്കുന്ന കണ്ടില്ല? സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. സൂക്ഷിച്ചൊന്നും നോക്കുന്നില്ല ആരും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം എഴുതിയപ്പോൾ പറയേണ്ടി വന്നത്, ശ്രദ്ധിച്ച് നോക്കുവിനെന്ന്. നോക്കുവാനല്ല പറയുന്നത്, ശ്രദ്ധിച്ച് നോക്കുവാൻ. മഹാപുരോഹിതനെ ശ്രദ്ധിച്ച് നോക്കുവാൻ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കുന്നവർ മാത്രമേ കാര്യങ്ങൾ ഗ്രഹിക്കുകയുള്ളൂ. അല്ലാത്തവർ പുതിയ നിയമത്തിലുണ്ടോ പഴയ നിയമത്തിലുണ്ടോ ഇപ്പോൾ പറയണോ, അതൊരു 60 വയസ്സായിട്ട് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ 80 വയസ്സായിട്ട് പറഞ്ഞാൽ പോരെ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. സൂക്ഷിച്ച് നോക്കുന്ന ഒരു കാര്യം മനസ്സിലാകും. കത്തുന്നൊരു യാഗപീഠം റോമാലേഖനം 12-ാം അധ്യായത്തിലുണ്ട്, അല്ലേ? നമ്മെ വീണ്ടെടുത്ത യാഗപീഠം അഥവാ കാൽവറിയിലെ ക്രൂശ്, ആ ക്രൂശിൻ്റെ ദർശനമാണ് നമ്മെ അടിയറ പറയിപ്പിച്ചത്. അവിടെയാണ് നമ്മൾ തകർന്നു പോയത്. ഹൃദയ തകർച്ചയോടെയാണ് നമ്മൾ അവിടെ മുട്ടുമടക്കിയത്. അത് കഴിഞ്ഞാണ് ചില മണിക്കൂറുകൾ, ചില സമയങ്ങൾ, ചില ദിവസങ്ങൾ ഒക്കെ എടുക്കും. അങ്ങനെയാണ് നമ്മൾ വിശ്വാസ സ്നാനത്തിലേക്ക് പോയത്. സ്നാനക്കുളത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുമ്പോഴും കാണുന്നത് എന്താ? സ്നാനക്കുളത്തിൻ്റെ കരയിൽ നിന്നൊരു ക്ലാസ് അങ്ങ് നടക്കുകയെന്ന് വിചാരിച്ചോ? റോമാലേഖനം 12-ന്റെ 1-2 ഒക്കെ പറഞ്ഞ് അങ്ങനെ ക്ലാസ്സൊക്കെ തകൃതിയായി നടക്കുമ്പോൾ അവിടെ ബലിപീഠമല്ലേ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത്? നിങ്ങളുടെ ശരീരത്തെ ഒരു യാഗമായി, സുഗ്രാഹ്യമായ യാഗമായി അർപ്പിക്കുവാൻ പറയുകയാണ്. അതുകൊണ്ട് ബലിപീഠം അവിടെ കാണാം. എല്ലാവർക്കും കാണാൻ പറ്റില്ല. എല്ലാവർക്കും എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? കണ്ണ് തുറക്കപ്പെട്ടവർക്ക് കാണാൻ കഴിയും.
പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുന്നവർക്ക് കാര്യം കാണാൻ കഴിയും. ബലിപീഠത്തിൽ പിതാവിൻ്റെ ഏകജാതനായ പുത്രനാണ് നുറുക്കപ്പെട്ട് കിടക്കുകയാണ്. ആ ശരീരം ഒരേ ഒരു തിരുമേനി, ഈ ലോകത്തിൽ തിരുമേനി എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ, ബാക്കിയുള്ള ഐമേനികളൊന്നും തിരുമേനിയല്ല, ഒരേ ഒരു തിരുമേനി. ആ തിരുമേനി ഉടയ്ക്കപ്പെട്ട് തകർക്കപ്പെട്ട് അത് ഉഴവുചാല് പോലെ ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയാണ് ഈ സ്നാനക്കുളത്തിന് മുമ്പ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അതെന്നാ കാഴ്ചയത്? തൻ്റെ മണവാട്ടിക്ക് വേണ്ടി മണവാളൻ ആ ശരീരം വിട്ടുകൊടുക്കുകയായിരുന്നു. ഒരു 5-6 വാക്യങ്ങളിലൂടെ വായിക്കേണ്ടതുണ്ട്. ഗലാത്യ ലേഖനത്തിൽ നിന്ന്, എഫേസ് ലേഖനത്തിൽ നിന്ന്, പിന്നെ എവിടെയാ, റോമാലേഖനത്തിൽ നിന്ന്, പിന്നെ എബ്രായ ലേഖനത്തിൽ നിന്ന്, ഈ പറഞ്ഞ ലേഖനങ്ങളിൽ നിന്നൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്നൊരു കാര്യമുണ്ട്. അവൻ തൻ്റെ മണവാട്ടിയെ സ്നേഹിച്ച് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഒരു നിഷ്കളങ്ക യാഗമായി ഏൽപ്പിച്ചു കൊടുത്തെന്നാണ് കാണുന്നത്. മണവാളനായ ക്രിസ്തു തൻ്റെ ശരീരം തൻ്റെ മണവാട്ടിക്ക് വേണ്ടി വിട്ടുകൊടുത്തു, ഏൽപ്പിച്ചു കൊടുത്തു. ആ കാഴ്ച കണ്ട പിതാവ് അവനെ തകർത്ത് കളയുവാൻ അനുവദിച്ചു. ഇതെല്ലാമാണ് കാഴ്ച. ഇതെല്ലാം കാണുകയാണ്. നമ്മൾ സ്നാനക്കുളത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇറങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ അതെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ട് ഈ ശുശ്രൂഷകൻ കാര്യം പറയും. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവിൻ. യെസ്, എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വരുമ്പോൾ, റോമാലേഖനം 12 കേട്ടോ നമ്മൾ ഈ 5-ന്റെ 2 വന്നത്. അവിടെ നമ്മൾ കാണുന്നത് എന്താ? ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. പിന്നീട് ഒത്തിരി കാര്യം താഴേക്ക് പറയുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ക്രിസ്തു അർപ്പിച്ച ബലി പോലെ നാമും ഒരു ബലി അർപ്പിക്കുകയാണ്. ക്രിസ്തു തൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായും ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത കാര്യമാണ് ഈ വായിച്ചത്. വഴിപാടും യാഗവുമായി അർപ്പിച്ചെന്ന് എന്ന് വെച്ചാൽ തൻ്റെ ജീവിതം ഒരു ഹോമയാഗമായും അതുപോലൊരു ഭോജനയാഗവുമായും ഏൽപ്പിച്ചു കൊടുത്തെന്നാണ്. മറ്റൊരു രീതിയിലും പറയാം, തൻ്റെ ജീവിതം ഒരു ഭോജനയാഗമായും അതുപോലെ തൻ്റെ ജീവിതം ഒരു സമാധാനയാഗവുമായും ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച്, അപ്പോൾ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. പാപികളായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തൻ്റെ ശരീരത്തെ തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തെന്നുള്ളതാണ് വായിച്ചെടുക്കേണ്ടത്. പാപികളായിരുന്ന നമ്മെ പുത്രൻ്റെ ക്രൂശിലൂടെ നമ്മെ തന്നോട് നിരപ്പിക്കുകയാണ്. ആ സ്നേഹത്തിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ്. ആ സ്നേഹം നമ്മൾ അനുഭവിക്കുകയാണ്. ഇപ്പം പറഞ്ഞ സ്നേഹം, ആ സ്നേഹം അനുഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലും ആ സ്നേഹം ജനറേറ്റ് ചെയ്യണം. ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ട വ്യക്തി തൻ്റെ ശരീരത്തെയും അതുപോലെ തന്നെ ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. അതുപോലെ ഈ ശരീരം ഇനി പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന പോലെ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ, ആരും വഞ്ചിക്കപ്പെടരുതെന്നും കൂടെ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആരും തന്നെത്താൻ വഞ്ചിക്കപ്പെടരുത്. സാധ്യതയുണ്ട്. കാരണം 16-ഉം 17-ഉം വാക്യം നാം ഓരോരുത്തരുമാണ് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 വാക്യം കഴിഞ്ഞിട്ടല്ല, ചേർന്ന് എഴുതിയിരിക്കുക, ആരും തന്നെത്താൻ വഞ്ചിക്കരുതെന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് എഴുതിയാൽ പോരാ, അവിടെ തന്നെ എഴുതണം. അപ്പോൾ അനേകരെ വഞ്ചിക്കാൻ സാത്താൻ സജ്ജമായി നിൽക്കുകയാണ്. സാത്താൻ വഞ്ചിക്കുന്നത് ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകന്മാരിലൂടെ ആയിരിക്കും. മനസ്സിലാക്കിക്കൊള്ളുക. നമ്മെ നേരിട്ട് വന്നല്ല സാത്താൻ പല കാര്യത്തിലും വഞ്ചിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകന്മാരെ അവൻ കരത്തിലെടുക്കും. എന്നിട്ട് ശുശ്രൂഷകന്മാരിലൂടെ പറയും, ഓ പുറമേ ഉള്ളതിനൊന്നുമല്ല കാര്യം, അകമയാ കാര്യം. നിങ്ങൾ അങ്ങനെ നടന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ നടന്നാലും കുഴപ്പമില്ല എന്നുള്ള നിലയിൽ നിങ്ങളെ അയച്ചു വിടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒറ്റ കണ്ടീഷനുള്ളൂ. ഞായറാഴ്ച എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ 10 മണിക്ക് ഫാനിടുമ്പോൾ പായൊന്നും പറന്നു പോകരുത്. എല്ലാവരും അവിടെ ഹാജരുണ്ടായിരിക്കണം. ഞായറാഴ്ച 10 മണിക്ക് സകല മനുഷ്യരും ഇവിടെ കണ്ടിരിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അങ്ങ് ജീവിച്ചു പോകാം. പിന്നെ ഇടയ്ക്ക് ഞാനൊരു കോട്ടേജ് മീറ്റിങ്ങിന് വരും, അന്നേരം നിങ്ങൾ അലർട്ടായിട്ട് ഇരുന്നു കൊള്ളണം, അത്ര തന്നെ. അതല്ലാതെ പ്രയോജനമുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുക എന്ന ഈ തലമുറ, പ്രയോജനമുള്ള കാര്യങ്ങളൊക്കെ ഈ തലമുറയിലെ ശുശ്രൂഷകർ മറച്ചു വെക്കുകയാണ്. കാര്യമാത്ര പ്രസക്തമായ ഗൗരവമായ കാര്യങ്ങൾ തുറക്കുന്നില്ല.
ക്രൂശ് വെളിപ്പെടുന്നില്ല. നമ്മൾ പറഞ്ഞു വന്നത് ആ ക്രൂശിൻ്റെ ദർശനം നമ്മെ മാറ്റിമറിച്ച കാര്യവും അങ്ങനെ സറണ്ടർ ചെയ്ത കാര്യവും വിശ്വാസ സ്നാനത്തിലേക്ക് നമ്മൾ ചുവടുവെച്ചതും ആ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കിയ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കണ്ട കാഴ്ചകളാണ് ഞാൻ ഈ വിശദീകരിച്ചത് ഇത്രയും നേരം. യാഗപീഠത്തിൽ കിടക്കുന്ന കാഴ്ച, പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്ന കാര്യവും ആ ശരീരം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതും, അതായത് തൻ്റെ മണവാട്ടിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് മണവാളൻ അങ്ങനെ മനഃപൂർവ്വമായി തന്നെത്താൻ അവളെ സ്നേഹിച്ച് അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ തിരിച്ച് പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നത്, ആ നിലയിലൊരു സ്നേഹം അകത്ത് കത്തുന്നുണ്ടെങ്കിൽ സ്നാനപ്പെട്ടാൽ മതി കേട്ടോ, തിടുക്കപ്പെടുകയൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു സ്നേഹം താങ്കളുടെ ഉള്ളിൽ ആ ഒരു നിർബന്ധം ചെലുത്തുന്നുണ്ടെങ്കിൽ, ആ രക്ഷയുടെ സന്തോഷത്തിൻ്റെ ഒരു തിരത്തള്ളലുണ്ടെങ്കിൽ സ്നാനത്തിലേക്ക് വന്നാൽ മതി. അങ്ങനെ വരുന്ന സമയത്ത് ശരീരം മാത്രമല്ല, ദേഹം, ദേഹി, ആത്മാവ് സമ്പൂർണ്ണമായാണ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചെടുത്തുകൊണ്ട് വയ്ക്കുകയല്ല. അപ്പോൾ സമ്പൂർണ്ണമായ ഒരു സമർപ്പണാനുഭവത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ ആ ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വന്ന് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നീട് 1 കൊരിന്ത്യർ 7 പറയുന്ന പോലെ ഈ ശരീരത്തിൽ നമുക്ക് ഒരു അധികാരവും അവകാശവും ഇല്ല. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യാതൊരു അവകാശവും ഇല്ല. അത് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ശരീരമാണ്. അതിൻ്റെ ഉടമസ്ഥൻ വേറെയാണ്. ഉടമസ്ഥൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇതിനകത്ത് എന്തെങ്കിലും നീക്കുപോക്കുകൾ പറ്റുകയുള്ളൂ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഇത് പർവ്വതത്തിലെ മാതൃക പ്രകാരം സൂക്ഷിക്കേണ്ട ഒരു മന്ദിരമാണ്. ഈ മന്ദിരത്തിൻ്റെ ഡിസൈൻ സ്വർഗത്തിൻ്റെ ഡിസൈനാണ്. ഇത് സൂക്ഷിച്ച് കൊണ്ടു നടക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പർവ്വതത്തിലെ മാതൃക പ്രകാരമായിരിക്കണം ഈ മന്ദിരമായിരിക്കേണ്ടത്. കാരണം പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം അത് സമാഗമന കൂടാരത്തിൻ്റെ പണിയൊക്കെ തീർത്തു കഴിഞ്ഞിട്ട്, നമ്മൾ വായിക്കുന്നില്ലേ ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ 2 വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്ന പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുകയാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക്. ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. മോശയുടെ പണിയിൽ ദൈവം സംപ്രീതനാകുകയാണ്. അതിൽ പ്രസാദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരുന്നു. ക്ഷണത്തിൽ പിന്നീട് നമ്മൾ കാണുന്ന കാര്യം, പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠത്തിൽ ഒരുക്കിയിരിക്കുന്ന ക്രമപ്രകാരം നിയമപ്രകാരം ഒരുക്കിയിരിക്കുന്ന ആ യാഗത്തിൽ പ്രസാദിച്ചുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് തീ പുറപ്പെട്ട് യാഗത്തെ ദഹിപ്പിക്കുന്നു. 2 കാര്യം നമ്മളത് ചിന്തിച്ചിട്ടുള്ളത്. 1, മോശയുടെ പണിയിൽ ദൈവം പ്രസാദിച്ചു. 2, അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു, അഥവാ അവൻ്റെ ആരാധനയിലും ദൈവം പ്രസാദിച്ചു. 2 കാര്യവും നമ്മൾ കണ്ടു. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ആ സെയിം കാര്യം തന്നെയാണ് മാളികമുറി മുതൽ നമുക്ക് പറയാനുള്ളത്. അതേ കാര്യം തന്നെയാണ് മാളികമുറി മുതൽ നമുക്ക് പറയാനുള്ളത്. അവിടെ കൂടിയിരുന്ന 120 പേരെയും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് തുടർന്ന് അങ്ങോട്ട് 3000, പിന്നീട് 5000, പിന്നീട് അസംഖ്യം ഈ തലമുറയിൽ അതിനിടയിൽ നമ്മെയും തൻ്റെ മന്ദിരമായിട്ട് തിരഞ്ഞെടുത്തു. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എന്ന നിലയിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം അന്ന് ആ കൂടാരത്തിൽ എങ്ങനെ ഇറങ്ങി വന്നോ അങ്ങനെ തന്നെയാണ് നാം ആകുന്ന കൂടാരത്തിലും ഇറങ്ങി വരുന്നത്. ദൈവത്തിൻ്റെ മഹത്വം വസിക്കുന്ന കൂടാരമാണിത്. ദൈവത്തിൻ്റെ മഹത്വം വസിക്കുന്ന കൂടാരം. ഇതിൽ യാഗപീഠത്തിലെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇതിനകത്ത് ബലത്തിൻ പെട്ടകം ഇതിനകത്തുണ്ട്. ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. അല്ലേ? യോഹന്നാൻ 14 പറയുന്ന പോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുകയാണ്. അങ്ങനെ വാസം ചെയ്യുന്നൊരു ജീവിതങ്ങളാണ് നാം. ചില പാറ്റേണുകൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ചില പാറ്റേണുകൾ, അതായത് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നമ്മൾ പരിചിതമായ വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യം ഇങ്ങനെയാണ്. അവിടെ എന്താ കാണുന്നത്? അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു, പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോവുകയാണ്. പുറമേയുള്ളവൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ നാൾക്ക് നാളത് ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ മുടി കൊഴിച്ചിലൊക്കെ ഇതെല്ലാം വലിയ ഘട്ടങ്ങളിൽ പെട്ടതാണല്ലോ. മുടി കൊഴിയുന്നു, ത്വക്ക് ചുക്കിച്ചുളിയുന്നു, നിറം മങ്ങുന്നു, പല്ല് കൊഴിയുന്നു, പിന്നെ എന്നെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നൊടി നേരത്തേക്കുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഈ പറഞ്ഞ ഘട്ടനട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ആ സമർപ്പണത്തിൽ നിന്ന് ഇളകാതെ ഞാനിനി എനിക്കായി ജീവിക്കുന്നില്ലെന്നേ, നാട്ടുകാരെ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഞാനിനി സുന്ദര കുട്ടപ്പനാകാൻ വേണ്ടിയിട്ട്
ബ്യൂട്ടി പാർലറിലൊന്നും പോകാനായിട്ട്. ആണുങ്ങൾക്കും ബ്യൂട്ടി പാർലറുണ്ട് കേട്ടോ. ചില സഹോദരിമാരിപ്പോൾ ചിന്തിക്കുമായിരിക്കും അത് സഹോദരിമാരോടുള്ള ബന്ധത്തിലല്ലേ എന്ന്. അങ്ങനെയൊന്നുമല്ല, ആണുങ്ങൾക്കും ഉണ്ട്. ഭയങ്കര സംഭവം അതൊക്കെ. അവിടെ കയറിയിട്ട് ഈ പുള്ളികളൊക്കെ ഇറങ്ങി വരുമ്പോൾ എത്രയായിരം രൂപ ചിലവെന്നറിയാവോ? ഭയങ്കര കാജ് ചിലവുള്ള പരിപാടിയാണ്. എന്തായാലും പുറത്തിറങ്ങി വരുമ്പോൾ ആള് മാറിയവനെ പോലെയായി മാറും. നമ്മൾ പറയുമല്ലോ, ആത്മസ്നാനമൊക്കെ പ്രാപിച്ച അഭിഷേകത്തിൻ്റെ നിറവിൻ്റെ മേൽ നിറവിലൊക്കെ നിൽക്കുമ്പോൾ ആള് മാറിയവനെ പോലെയായി എന്നൊക്കെ. ഇവിടെയും ആളെയൊക്കെ മാറ്റിത്തരും. കറുത്ത പല്ലൊക്കെ വെളുകളാന്ന് വെളുപ്പിക്കും. അങ്ങനെ എല്ലാം വെളുത്ത മുടിയൊക്കെ കറുകറാന്ന് കറുപ്പിക്കും. അങ്ങനെയല്ലേ? എല്ലാം കറുപ്പിച്ചും വെളുപ്പിച്ചും ഒക്കെ അങ്ങനെ കണ്ണൊക്കെ നല്ല കുട്ടപ്പനാക്കി എടുക്കും. അങ്ങനെ കണ്ട ഒരു സ്റ്റേജിൽ നിന്ന് കോഡ്ലെസ് മൈക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആളുകൾ നോക്കണം. മറ്റേ ഈ പാത്രയെ പോലെ അങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. ആളുകൾ ശ്രദ്ധിക്കണം. അതാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ എല്ലാ മാന്യദേഹങ്ങളും. അപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുകയാണ്. ഞാൻ പാറ്റേൺ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. പുതിയ നിയമത്തിൻ്റെ പാറ്റേൺ, ന്യൂ ടെസ്റ്റ്മെൻറ്റ് പാറ്റേൺ. എന്താ അത്? പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കും, അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. പുറമേ ഇട്ട് പണിയാൻ നിൽക്കണ്ടെന്ന്. പുറമേ അധികം പണിക്ക് പോകണ്ട, അധികം വെച്ച് പിടിപ്പിക്കാനൊന്നും പോകണ്ട. അകമയാണ് ആ പരിപാടികൾ നടക്കേണ്ടത്. അകമയാണ്. തേജസ്സിൻ്റെ നിത്യഘനം അകത്താണ് രൂപപ്പെടുന്നത്. പുറമേ ഈ പറഞ്ഞ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. അതാണ് അതിൻ്റെ രീതി. പുറമേ അങ്ങനെ പോകേണ്ടി വരും. ഇതിൻ്റെ കൂട്ടത്തിലൊരു വാക്യം കൂടെ വരികയാണ്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിലെ ഒരു വാക്യം. അത് ചില്ലറ വാക്യമല്ല, ഇച്ചിരി ഗൗരവമുള്ള വാക്യമാണ്. 1 കൊരിന്ത്യർ ലേഖനം 9:27 നമുക്ക് വായിക്കണമെങ്കിലും അതിൻ്റെ 24-25 വായിക്കുമ്പോൾ അവിടെ ഓട്ടക്കളത്തിൽ ഓടുന്നവരുടെ കാര്യം പറയുന്നു. 25 വരുമ്പോൾ അങ്കക്കളരിയിൽ അംഗം കുറിക്കുന്നവരുടെ കാര്യം പറയുന്നു, അല്ലേ? അംഗം പൊരുതുന്നവൻ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് പിന്നെ 26 വരുമ്പോൾ ഞാൻ ഒരു ബോധമില്ലാതെയല്ല യുദ്ധം ചെയ്യുന്നത്, ചുമ്മാ മുഷ്ടി യുദ്ധം അല്ലെന്നാണ് പൗലോസ് പറയുന്നത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് 27-ാം വാക്യത്തിൽ താൻ പറയാണ്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. അതായത് എൻ്റെ ശരീരാഭിലാഷങ്ങളെയൊക്കെ ഞാൻ ആ കെയ്വിൽ, ആ കൂട്ടിനകത്തേക്ക് ആക്കുക എന്ന്. സിംഹത്തിൻ്റെ കൂട്ടിൽ സിംഹത്തെ ഇട്ടിരിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. നമുക്ക് അഭിലാഷങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഇതിൽ അധികമുള്ള ആൾക്കാരാണ്. മനുഷ്യരല്ലേ? മനുഷ്യന്മാർക്കെല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പറയുമ്പോൾ അവർ മരുഭൂമിയിലൂടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ബ്യൂട്ടി പാർലറൊക്കെ അന്വേഷിച്ച് പോയി കാണും. എന്തായാലും കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അവർ ദുർമോഹികളായി പോയെന്നാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് പല മോഹങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ വന്നു. അതൊക്കെ നിമിത്തം പട്ടുപോയി എന്നുള്ളതാണ് കാണുന്നത്. അത് പോട്ടെ. അങ്ങനെ മരുഭൂമിയിലൂടെ പോയ സമയത്ത് അവർ പല മോഹങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് അങ്ങനെയൊക്കെ പോയി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്ന കാര്യം ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ശരീരവുമായി ബന്ധപ്പെട്ട് ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾ, താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ നമ്മുടെ സോളിൽ അഥവാ ദേഹിയിലാണ് ഉരുത്തിരിയുന്നത്. ശരീരത്തിന് പ്രത്യേക ആഗ്രഹം ഉണ്ടെന്നല്ല പറഞ്ഞു വരുന്നത്. ആ ആഗ്രഹങ്ങൾ ഇതെല്ലാം ലിങ്ക് ചെയ്ത് വരികയാണ്. ശരീരത്തിൻ്റെതായ പല താല്പര്യങ്ങളും പലതും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതെല്ലാം ചേർത്ത് വെച്ചങ്ങ് പറയുകയാണ്. അതിനെയൊക്കെ വിശുദ്ധന്മാരെന്ത് ചെയ്യണം? ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ ദണ്ഡിപ്പിച്ച് അടിമയാക്കണം. ശേഷം മനുഷ്യർക്ക് എന്തുവാകാൻ കേട്ടോ. ഇപ്പം നമ്മളീ പറയുന്ന ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും അല്ല. ഈ കാര്യത്തിന് എന്തു വില കൊടുത്തു വാങ്ങിയവരാണ് തങ്ങളെന്ന് ബോധ്യമുള്ളവർക്കും വേണ്ടി മാത്രം പറയുന്നത് കേട്ടോ. അല്ലാത്തവർക്ക് ഇതൊന്നും ബാധകമേ അല്ല. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ പറയുന്ന പോലെ താൻ തൻ്റെ രക്തം ഊറ്റിക്കൊടുത്ത് സമ്പാദിച്ച ആട്ടിൻകൂട്ടങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. രക്തത്തിൻ്റെ മറുവിലയായി കർത്താവിൻ്റെ ഒരേ ഒരു സമ്പാദ്യമായ തൻ്റെ ആട്ടിൻകൂട്ടത്തോട് സംസാരിക്കുകയാണ്. വില കൊടുത്ത് വാങ്ങിയതാണ്. ആ തിരിച്ചറിവുള്ളവരോടാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ വലിയ സീരിയസ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വലിയ സീരിയസ് ആയ കാര്യങ്ങളാണ്. ഇതിനോട് ചേർത്ത് ഒരു വാക്യം കൊണ്ടൊന്ന് വായിച്ചിട്ട് ഞാൻ ലേവ്യ പുസ്തകത്തിലെ പ്രധാനമായ ഭാഗത്തിലേക്ക് പോകും. അതായത് റോമാലേഖനം 8:11. അതും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ സന്ദർഭത്തിൽ ഒന്നുകൂടെ പറയുന്നത് ഉചിതമാണ്. റോമർ 8:11 എന്ന് പറയുന്നത് അത്രയധികം ആളുകൾ സീരിയസ് ആയി ശ്രദ്ധിക്കാത്തൊരു വാക്യമാണ്. ആ വാക്യത്തിൻ്റെ പ്രത്യേകത, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നു. അതായത് യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്,
പരിശുദ്ധാത്മാവാണ് യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത്. താൻ ജീവിച്ച കാലത്ത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ജീവിച്ചു. ആ കാരണത്താൽ മരണശേഷവും പരിശുദ്ധാത്മാവ് ആ ശരീരത്തെ ഉയർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നാം ആത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ നിശ്ചയമായും കാഹളം ധ്വനിക്കുമ്പോൾ നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്നാണ് വായിക്കുന്നത്. ഇന്ന് ഒരു ഭക്തൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രാണനും ആത്മാവും വിശ്രമ സ്ഥലത്തേക്ക് പോകും, ദൈവം ഒരുക്കിയ സ്ഥലത്തേക്ക് പോകും. സ്വർഗ്ഗദൂതന്മാർ അകമ്പടിയായിട്ട് അങ്ങനെ അകമ്പടി സേവിക്കും. അതായത് പൈലറ്റ് വാഹനം മുമ്പിൽ പോകുന്ന പോലെയാണ് ദൂതന്മാർ ഈ രാജാക്കന്മാരെ ആനയിച്ചു കൊണ്ടുപോകുന്നത്, അല്ലേ? പുതിയ നിയമത്തിൻ്റെ രാജാക്കന്മാരാണ് ആനയിച്ചങ്ങ് കൊണ്ടുപോവുകയാണ് സ്വർഗീയ പർദീസയിലേക്ക്. അതേസമയം ആ വ്യക്തിയുടെ ശരീരം ഈ ഭൂമിയിൽ മറവ് ചെയ്യുകയാണ്, ശരീരം നിദ്രയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ശരീരം നമ്മളൊരു വിത്ത് വിതയ്ക്കുന്ന പോലെ ഈ മണ്ണിലേക്ക് വിതയ്ക്കുകയാണ്. അത് അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, അത് വിത്ത് മുളച്ചു വരുന്നു എന്ന് പറയുന്ന പോലെ പുനരുദ്ധാനത്തെങ്കിൽ ഈ ശരീരം ഉയർക്കും. അതായത് കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവരുടെ കാര്യമാണെങ്കിൽ, അതായത് കാഹളം ധ്വനിക്കുമ്പോൾ അതിൻ്റെ പാറ്റേൺ അനുസരിച്ച് ആദ്യം പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുമെന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഞാൻ പറഞ്ഞതുപോലെ വിശ്രമത്തിലാണ്, അപ്പോൾ തന്നെ ശരീരം മണ്ണിലുണ്ട്. ആ ശരീരം ക്ഷണനേരം കൊണ്ട് ഉയർത്തു വരികയാണ്. ആ ഉയർത്തു വന്ന ശരീരത്തിലേക്ക് ആ പ്രാണനും ആത്മാവും ചേർന്ന് ഒരുമിച്ച് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ, അങ്ങനെയാണ് ആകാശങ്ങളിലൂടെ പിന്നീട് കടന്നു പോകാൻ പോകുന്നത്. അവിടെയാണ് ആകാശങ്ങളിലൂടെ കടന്നു പോകുന്ന ആ പോക്കെന്ന് പറയുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്ന പോലെ യേശു ക്രിസ്തു ആകാശങ്ങളിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ നാമും ആകാശങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസം അന്നാണ്. നാമും ആകാശങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം അന്നാണ് ഈ പുള്ളിക്കാരൻ ഒബ്ജക്ഷനുമായിട്ട് വരുന്നത്. ആ സമയത്ത് 2-ാം സ്വർഗത്തിൻ്റെ അധികാരിയായിട്ട് സൈറ്റാനുണ്ട്. സഭ എടുക്കപ്പെടുന്ന സമയത്ത് വേറെ ചില കൂട്ടർ പഠിപ്പിക്കുന്ന രീതി അനുസരിച്ചാണെങ്കിൽ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ രീതിയാണ് പറയുന്നത്. കാലങ്ങളായിട്ടുള്ള ഒരു പെന്തക്കോസ്റ്റ് ടീച്ചിങ് ആണ് പറയുന്നത്. കർത്താവിൻ്റെ സഭ എടുക്കപ്പെടുന്നു, ഈ ഭൂമിയിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുന്നു. അതിൻ്റെ ഒടുവിൽ 7 വർഷം കഴിഞ്ഞ് കർത്താവും തൻ്റെ വിശുദ്ധ ദൂതന്മാരും തൻ്റെ സഭയുമായി ഈ ഭൂമിയിലേക്ക് വരുന്നു എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ ഒരു ക്രമം. ഓക്കെ, പറഞ്ഞു വരുന്നത് എന്താ? ഇത്രയേ ഉള്ളൂ. 8:11 ഈ ശരീരം ഉയർക്കണോ? ഈ ശരീരം സമർപ്പിതമായ ശരീരമായിരിക്കണം. തോന്നിയതുപോലെ ജീവിച്ചിട്ട് കാഹളം ധനിക്കുമ്പോൾ അങ്ങ് ഉയർപ്പിച്ചേക്കാൻ പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത് വിശുദ്ധമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. വിശുദ്ധമാണ് ഈ ശരീരം. അപ്പോൾ അത്ര വിശുദ്ധിയിൽ സൂക്ഷിക്കണം. കാരണം എന്താ? പരമപരിശുദ്ധനായവൻ വാസം ചെയ്യുന്ന തൻ്റെ മന്ദിരമാണ്. സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തെന്നാ വായിക്കുന്നത്? ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസം എന്നുള്ളതാണ്. തിരുനിവാസം. പരിശുദ്ധനായവൻ വസിക്കുന്ന ഇടമാണ്. പരിശുദ്ധനായവൻ വസിക്കുന്ന ഇടം. അങ്ങനെ പരിശുദ്ധനായവൻ വസിക്കുന്നു എന്ന കാരണത്താൽ ആവർത്തന പുസ്തകത്തിലൊരു ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, ഈ കൂടാരം വിശുദ്ധമായിരിക്കണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ പാളയം, എൻറ്റയർ പാളയം, മുഴുവൻ പാളയവും ശുദ്ധമായിരിക്കണം. യാതൊരു അശുദ്ധിയും പാടില്ല. അങ്ങനെ വായിച്ചിട്ടില്ലേ? അങ്ങനെയൊക്കെ വാക്യമുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ പറയുമ്പോൾ ഈ കാര്യത്തിന് എന്ത് ഗൗരവമാണെന്ന് മനസ്സിലാക്കുക. ഈ കാര്യത്തിന് വലിയ ഗൗരവമുണ്ട്, വലിയ ഗൗരവമാണ്. ആ ഗൗരവം ഈ തലമുറ കൊടുക്കുന്നില്ലെന്നുള്ളതാണ് ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പറയുന്നത്. അതിന് കാരണം അലക്ഷ്യമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒത്തിരി പണ്ഡിതന്മാരുണ്ട്. ഈ പണ്ഡിതന്മാരാണ് അങ്ങനെ വാക്യമുണ്ടോ ഇങ്ങനെ വാക്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്നത്. ശരിക്കും പുതുനിയമ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നൊരു വാക്യം മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമല്ല മുന്നോട്ട് പോകുന്നത്. ഇത് വെളിപ്പാടിലുള്ളൊരു ജീവിതമാണ്. അതിൻ്റെ സൂചന ഞാൻ അല്പം മുമ്പ് നിങ്ങൾക്ക് തന്നു. റോമാലേഖനം 12:1-2 വായിക്കുമ്പോൾ അവിടെ ബലിപീഠം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു പെന്തക്കോസ്തുകാരനെ കേട്ടാൽ മനസ്സിലാവുമോ? എവിടെയാണ് ബലിപീഠം ഇരിക്കുന്നത്? നമ്മൾ ആത്മാവിൽ കാണുകയാണ്, അല്ലേ? നമ്മൾ ആത്മാവിൽ കാണുകയാണ് അവിടെ ഒരു കത്തുന്ന ബലിപീഠം ഇരിക്കുന്നത്. ഒരു സമർപ്പണ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ട്, നമ്മെ സ്വാഗതം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്ത് മുൻപോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു നല്ല തുടക്കം നമുക്ക് കിട്ടേണ്ടത് ആവശ്യമാണ്. പക്ഷേ സങ്കടകരമായൊരു കാര്യം, മെജോറിറ്റിക്ക് ഒരു നല്ല തുടക്കം കിട്ടിയിട്ടില്ല. രക്ഷയോടുള്ള ബന്ധത്തിൽ, സ്നാനത്തോടൊക്കെയുള്ള ബന്ധത്തിൽ ഞാനിവിടെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊന്നും കേട്ട് ഈ ഭാഗത്തേക്ക് വന്നവരെല്ലാം നമ്മിൽ ബഹുഭൂരിപക്ഷം പേരും, ഞാൻ സഹിതം, ഞാനും നിങ്ങളും ഒന്നും വന്നത് അങ്ങനെയൊന്നുമല്ല.
അതായത് ഒരു 2000, ഒരു 95, 2005, 2010 ഒക്കെ മുമ്പ്, 10 ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഈ പറഞ്ഞ പരിസരങ്ങളിലൊക്കെ, ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെയുള്ള സുവിശേഷ ഘോഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വിടുവിക്കും, അവസ്ഥ മാറ്റും, എല്ലാം മാറ്റിമറിക്കും. നിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും, പിന്നെ നിൻ്റെ ജോലിയിൽ പ്രൊമോഷനുണ്ട്, രോഗം മാറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സുവിശേഷമെന്ന് പറഞ്ഞ് ഘോഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ രംഗത്ത് വന്നത്. അവിടെ എന്നാ വെളിപ്പെടാനാ? അവിടെയൊക്കെ നമ്മുടെ ആ ഹൃദയവ്യതകളും സങ്കടങ്ങളും ഒക്കെ പരിഹരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കണ്ടത്. കണ്ണുനീരൊപ്പുന്നൊരു യേശുവിനെ പരിചയപ്പെടുത്തി നമ്മൾ അങ്ങനെ, ശരി കണ്ണുനീര് ഇന്നല്ലേ നാളെ ഒപ്പും, നോക്കി നോക്കി ഇരിക്കുക. കടം ഇന്ന് മാറുമോ നാളെ മാറുമോ, വീട് വെക്കാൻ പറ്റുമോ, 2 മുറിയെങ്കിലും മതി, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മളിരിക്കുക. കാര്യമൊന്നും നടക്കുന്നില്ലെന്ന് മാത്രം. പെണ്ണിനെ കെട്ടിക്കാനായിട്ട് പറ്റുന്നുമില്ല. വരുന്ന ചെറുക്കന്മാരൊക്കെ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുക. വരുന്നതൊക്കെ പെന്തിക്കോസുകാരെ ചെറുക്കന്മാരാ. പക്ഷേ അവൻ്റെ ഡിമാൻഡ് ഉണ്ടല്ലോ, ഭയങ്കര ഡിമാൻഡാണ്. ഡിമാൻഡ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പെണ്ണ് വീട്ടിൽ തന്നെ നിൽക്കുക. പക്ഷെ ഉപദേശിമാരെല്ലാം പറഞ്ഞത് എല്ലാം ശരിയാവുന്ന, മറ്റേ നമ്മുടെ വിജയൻ സഖാവ് പറഞ്ഞ പോലെയാ, ഈ എല്ലാം ശരിയാവും, ഞങ്ങൾ വരും, എല്ലാം ശരിയാവും. അതുപോലെ നിങ്ങൾ സ്നാനപ്പെടും, എല്ലാം ശരിയാവും. അതാരോടാ പറഞ്ഞേ? അതാ സഹോദരനോട് ഭാര്യയോട് പറഞ്ഞു. ഏത്? അവരോടങ്ങ് പറഞ്ഞു കളഞ്ഞു. നിങ്ങൾ സ്നാനപ്പെട്ട ഈ കലഹമൊക്കെ മാറുമെന്നാണ് പറയുന്നത്. ഭാര്യയും ഭർത്താവും എന്നും അടിയും ബഹളമാണ്. അവർ കത്തോലിക്കരാ. അപ്പം അതിൻ്റെ ഒരു കാരണം ആ പാസ്റ്റർ കണ്ടുപിടിച്ചത്, പാസ്റ്റർ എന്ന് വെച്ചാൽ ചില്ലറ പാസ്റ്റർ അല്ല, വലിയ പാസ്റ്ററാണ്. പുള്ളി കണ്ടുപിടിച്ച കാര്യം ഒരു സ്നാനം കൊണ്ട് മാറ്റിമറിക്കാവുന്ന കാര്യമാണ് ഇതൊക്കെ. നിങ്ങൾക്കൊരു രൂപാന്തരം ആവശ്യമില്ല. സ്നാനത്തിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് രൂപാന്തരമൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ സ്നാനക്കുളത്തിലെ വെള്ളത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആവാസം. ഈ എപ്പിസ്കോപ്പൽ സഭകളിൽ മാമോദീസയുടെ മുമ്പ് ആ വെള്ളവും മൂറോനൊക്കെ ഒഴിച്ചിട്ട് പുരോഹിതൻ അതിനകത്തേക്ക് പരിശുദ്ധ റൂഹായെ ആവസിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ പരിശുദ്ധ റൂഹ ആവസിക്കട്ടെ എന്ന് 3 പ്രാവശ്യം ഇങ്ങനെ ആവസിപ്പിക്കും കൈകൊണ്ട്. അതുപോലെ പെന്തിക്കോസ് പാസ്റ്റർമാരും ഇങ്ങനെ ആവസിപ്പിക്കും ഈ വെള്ളത്തിൽ. അങ്ങനെ കുടുംബകലഹം മാറുമെന്നും അല്ലെങ്കിൽ രോഗം മാറുമെന്നും ഒക്കെ പറഞ്ഞ് കേൾപ്പിച്ച് ആളുകളെ വെള്ളത്തിലിറക്കി. ചില കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നേ, കുടുംബകലഹമൊക്കെ മാറിയിട്ടുമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ ഈ പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഇനി എന്നാ കലഹിക്കാനാന്നൊക്കെ വിചാരിച്ചിട്ട് അവരൊക്കെ സറണ്ടറായി പോയതായിരിക്കും ഒരു പക്ഷേ. എങ്ങനെയൊക്കെയോ ചക്കയിട്ടപ്പോൾ മൊയിലങ്ങ് ചത്തെന്ന് മാത്രം. ഇതൊന്നും മാതൃകകളല്ല, പാറ്റേൺ അല്ല. ഇതൊന്നും പർവ്വതത്തിലെ മാതൃകയല്ല. പർവ്വതത്തിലെ മാതൃക എന്താ? നാം രക്ഷകനെ കണ്ടെത്തണം. രക്ഷകനെ കണ്ടെത്തി ആ കാഴ്ചയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങേണ്ടത്. അങ്ങനെ ഒരു നല്ല തുടക്കം ലഭിച്ചു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും, വേഗം മനസ്സിലാകും. ഇനി അധികം ആരും നമ്മെ പഠിപ്പിച്ചില്ലെങ്കിലും പരിശുദ്ധാത്മാവ് എന്ന അധ്യാപകൻ നമ്മെ പഠിപ്പിക്കും. അതാണ് 1 യോഹന്നാൻ 2:27 പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്ന അധ്യാപകൻ നമ്മെ ഉപദേശിക്കും, പഠിപ്പിക്കും എല്ലാ കാര്യങ്ങളും. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അങ്ങനെ അനവധി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇവിടെ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ ആ ക്രൂശിൻ്റെ ദർശനം വെക്കണം. നമ്മുടെ വിഷയം എന്താ? ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി തൻ്റെ ശരീരം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ തന്നെ ഒരു ശുശ്രൂഷകൻ, കുറച്ചും കൂടെ കടത്തിയാണ് നമ്മൾ പറയുന്നത്, ഒരു ശുശ്രൂഷകൻ എത്ര ഭയത്തോടും വിറയലോടും കൂടെ ആയിരിക്കണം. തന്നെ ഒരിക്കലും ഒരുക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനോ 2 വയസ്സ് കുറയ്ക്കാനോ 1.5 വയസ്സ് കുറയ്ക്കാനോ 1.5 വയസ്സ് പോയിട്ട് 1 മാസം കുറയ്ക്കാനോ ഒന്നും പരിശ്രമിക്കരുത്. അതെല്ലാം പിടിക്കപ്പെടും. അതെല്ലാം ദൈവസന്നിധിയിൽ കുറ്റകരമായ കാര്യമാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത്. അങ്ങനെയല്ലേ പറഞ്ഞു കൊണ്ടുവന്നത്? ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുന്ന കാര്യം എന്താ? ക്രൂശിൻ്റെ ദർശനമാണ് ഒരുവനെ മാറ്റിമറിക്കുന്നത്. ആ ക്രൂശിൻ്റെ ദർശനം ലഭിക്കാത്ത ആളുകൾ, അതിൻ്റെ ആഴം ലഭിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവരോടിതൊന്നും പറയാൻ പറ്റില്ല. അവരെങ്ങനെ ഗ്രഹിക്കുമെന്നാണ് പറയുന്നത്? അവർ ചുറ്റോട് ചുറ്റും നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ ബോധിച്ചതുപോലെ നടക്കുക. പിന്നെ നമ്മൾ നടന്ന എന്താ കുഴപ്പമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇവിടെയെല്ലാം നമ്മൾ മാതൃകാ പുരുഷനായിട്ട് ക്രിസ്തുവിനെയാണ് എടുക്കുന്നത്. ക്രിസ്തുവിനെയാണ് മാതൃകാ പുരുഷനായിട്ട് രംഗത്ത് കൊണ്ടുവരുന്നത്. ക്രിസ്തുവിൻ്റെ ലൈഫാണ് അതിനുള്ള തുടക്കമാണ് ഞാൻ എഫേസ്യ ലേഖനം 5:2 വായിച്ചത്. താനൊരു വഴിപാടും യാഗവുമായി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച കാര്യം. അത് പറയുമ്പോൾ ഞാൻ ലേവ്യ പുസ്തകത്തിലേക്ക് പോയി ചില കാര്യങ്ങളും കൂടെ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. ലേവ്യ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹോമയാഗത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭോജനയാഗത്തെക്കുറിച്ചാണ് കാണുന്നത്. 2-ാം അധ്യായത്തിൽ ഭോജനയാഗത്തെക്കുറിച്ച് കാണുന്നു. 1-ാം അധ്യായത്തിൽ തന്നെ വിശേഷതയുള്ള 2 പ്രധാന വാക്യങ്ങളുണ്ട് കേട്ടോ. 1-ാം അധ്യായത്തിൽ എല്ലാ വാക്യത്തിനും വിശേഷതയുണ്ട്. വിശേഷാൽ 2 വാക്യം ഞാൻ ഉയർത്തി കാണിക്കുകയാണ്.
അതായത് 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യവും അതിൻ്റെ 13-ാം വാക്യവും 2 വാക്യം. അവിടെ ഹോമയാഗത്തോടുള്ള ബന്ധത്തിൽ ആദ്യം ഒരു ആടിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ ആടിനോടുള്ള ബന്ധത്തിൽ അതിനെ കൊണ്ടുവന്ന് അതിനെ അറുക്കണം, അതിൻ്റെ തോലുരിക്കണം, അങ്ങനെ പല കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള പാർട്സ്, കുടലും മറ്റു കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും, അതുപോലെ കാലും എല്ലാം വെള്ളത്തിൽ കഴുകണം. പിന്നെ പുരോഹിതൻ സകലവും യാഗപീഠത്തിൽ ഹോമയാഗമായി അർപ്പിക്കണം. അതായത് ഹോമയാഗത്തിനുള്ള ആടിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അത് കൊണ്ടുവന്നതിന് ശേഷം ഹോമയാഗത്തിനുള്ള ആടിനെ കൊണ്ടുവന്ന് അതിനെ അറുക്കുന്നു, അതിൻ്റെ തോലുരിക്കുന്നു, അതിനെ ഖണ്ഡമായി നുറുക്കുന്നു, പിന്നീട് അതിൻ്റെ അകത്തുള്ള പാർട്സ് വെള്ളത്തിൽ കഴുകുന്നു. പുറമേയുള്ള കാല് കാണിക്കുന്ന പുറമേയുള്ള ഭാഗമാണ്, അങ്ങനെ പുറമേയുള്ളതും വെള്ളത്തിൽ കഴുകുന്നു. എല്ലാം കഴുകി അതിനെല്ലാം ശേഷം ഈ അർപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം സകലവും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കംപ്ലീറ്റ് സകലതും ബലിപീഠത്തിൽ അർപ്പിക്കുന്നു. ഇതൊക്കെ നമ്മുടെ മുൻകാല പ്രസംഗങ്ങളിൽ നമ്മൾ വളരെ വിശദീകരിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ. പക്ഷേ പുതുതായിട്ടൊക്കെ ഒത്തിരി പേര് കേൾക്കുന്നത് കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് സഹോദരങ്ങൾ സ്തോത്രം ചെയ്തിരിക്കുക. അപ്പോൾ അവിടെ സകലതും സമർപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് കാണുന്നത്, കംപ്ലീറ്റ് ആയിട്ട്. അത് കഴിഞ്ഞ് 13-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. പുരോഹിതൻ സകലവും കൊണ്ടുവന്ന് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹനയാഗമായി യാഗപീഠത്തെങ്കിൽ അർപ്പിക്കണം. സകലതും എന്നാണ് കാണുന്നത്, കംപ്ലീറ്റ്. ഒന്നും ഒഴിക്കാൻ പാടില്ല, ഒന്നും മാറ്റി വയ്ക്കാൻ പാടില്ല, മുഴുവനും. അതായത് ഈ യാഗമൃഗത്തിൻ്റെ വാലിലെ തോല് വരെ ഉരിക്കണം. തോലും വെച്ചുകൊണ്ട് കൊണ്ടുവന്ന് യാഗപീഠത്തിൽ വെക്കാൻ പാടില്ല കേട്ടോ. വാലിലെ തോല് വരെ ഉരിക്കണം. അങ്ങനെ സകലത് ഉരിച്ച് ബലിപീഠത്തിലേക്ക് വെക്കണം. ഇത് പറയുമ്പോഴാണ് ഉത്തമഗീതത്തിൻ്റെ 4-ാം അധ്യായത്തിൽ നിന്നും 5-ാം അധ്യായത്തിൽ നിന്നും 2 വാക്യം നമ്മുടെ മുമ്പിൽ വരും. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മണവാളനെ കുറിച്ചാണ് പറയുന്നത്. മണവാളൻ സർവാംഗ സുന്ദരനാണെന്ന്. അംഗപ്രത്യംഗം അവൻ സുന്ദരനാണ്, സൗന്ദര്യമുള്ളവനാണ്, സുന്ദരനാണ് മണവാളൻ. അതെങ്ങനെയാണ് സൗന്ദര്യത്തിലേക്ക് വന്നത്? ഈ ബാഹ്യമായ സൗന്ദര്യത്തിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്. ഇപ്പം നമ്മൾ അതിലേക്ക് പറഞ്ഞു വരും. ബാഹ്യമല്ല പറയുന്നത്, ആന്തരികമായ സൗന്ദര്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ മണവാളൻ സർവാംഗ സുന്ദരനാണ്. അംഗപ്രത്യംഗം അവൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന പുസ്തകമാണ് ഉത്തമഗീതം. 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഒക്കെ അവൻ്റെ കണ്ണുകളെക്കുറിച്ച് പറയുന്നു, അവൻ്റെ തലമുടിയെക്കുറിച്ച് പറയുന്നു, കവിൾത്തടത്തെക്കുറിച്ച് പറയുന്നു, ആ ശരീരത്തെക്കുറിച്ച് അംഗപ്രത്യംഗം പറയുകയാണ്, വർണ്ണനകളാണ്. അംഗപ്രത്യംഗം ഇത്ര തേജോമയനായി മാറിയതിൻ്റെ കാര്യമാണ് പറയുന്നത്. കംപ്ലീറ്റ് ബലിപീഠത്തിലാണ്, സമ്പൂർണമായും ബലിപീഠത്തിലാണ്. തീയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയാണ് ഈ പറയപ്പെട്ട ആ സൗന്ദര്യത്തിലേക്ക് കടന്നു വന്നത്. ക്രിസ്തു തീയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ആ സൗന്ദര്യത്തിലേക്ക് വരികയാണ്. അതാണ് എബ്രായ ലേഖനം 2:10 പറയുന്നത്. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിലൂടെ തികഞ്ഞവനാക്കി. രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിലൂടെ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് തോന്നി. ഈ 2 വാക്യത്തിലൂടെയും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് സമ്പൂർണ്ണ സമർപ്പണം എന്നുള്ളൊരു കാര്യം വെക്കാനാണ്. അതായത് കംപ്ലീറ്റ് തോലുരിക്കുകയാണ്. പക്ഷെ വാലിലെ തോല് മാത്രം അവിടെ വെച്ചിട്ട് ചില ഇഷ്ടങ്ങൾ, ചില താല്പര്യങ്ങൾ നമ്മൾ എങ്ങനെയാ ഒരു പെന്തിക്കോസുകാരനായിട്ട് ജീവിക്കുന്ന ഒരു പെന്തിക്കോസുകാരിയായിട്ട് ഇവിടെയൊക്കെ നാട്ടുകാരെന്നാ വിചാരിക്കും, അവരെന്നാ വിചാരിക്കും, ഇവരെന്നാ വിചാരിക്കും, അയ്യോ മറ്റവരെന്നാ വിചാരിക്കും എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. ഇവിടെയാണ് ഒരു ദർശനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആ പീലാത്തോസിൻ്റെ കൊട്ടാരം മുതൽ ഗോൽഗോഥ വരെ നടന്നു പോയൊരു പോക്കുണ്ട് അല്ലേ? ആ ശരീരം തകർക്കപ്പെട്ട് തച്ചുടയ്ക്കപ്പെട്ട് എന്താ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇരുന്ന് കേൾക്കുമെന്ന് എനിക്കറിയില്ല, എനിക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നടന്ന് ഗോൽഗോഥായിലേക്ക് വരികയും നമുക്ക് വേണ്ടിയാണ് ആ തിരുശരീരത്തിൽ ആ അടിയേറ്റതും ഒടുക്കം വയ്യാത്ത ആ ശരീരം വെച്ചുകൊണ്ട് ആ പച്ച പൈന്മര കുരിശ് ചുമന്നുകൊണ്ട് അവിടം വരെ വന്നത്. അങ്ങനെ അവിടം വരെ വന്നത്. എന്നിട്ട് ആ മരക്കുരിശിൽ തന്നെ പൂർണ്ണ നഗ്നനായി ആ ഹൈവേയുടെ സൈഡിലാണ് അങ്ങനെ തൂക്കി നിർത്തിയത്, ക്രൂശിച്ച് നിർത്തിയിരിക്കുന്നത് ആ ഹൈവേയുടെ സൈഡിലാണ്. കടന്നു പോകുന്നവരൊക്കെ തലകുലുക്കി പലതും പറയുന്നുണ്ടെന്ന് നമ്മൾ വായിക്കുന്നില്ലേ അല്ലേ? ആളുകളൊക്കെ എന്തായിരിക്കും പറയുന്നത്? ഈ സകല മനുഷ്യരുടെയും മുമ്പിൽ താൻ ഒരു നിന്നാപാത്രം പോലെ കിടക്കുകയാണ്. ആളുകളൊക്കെ കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്, നിന്ദിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ചിലരൊക്കെ പറഞ്ഞു, നീ വലിയ ദൈവപുത്രനല്ലേ, നീ നിന്നെ തന്നെ രക്ഷിച്ചിറങ്ങി വാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അനവധിയായ കാര്യങ്ങൾ പറഞ്ഞു. തൻ്റെ ശരീരം തകർക്കപ്പെട്ട് നഗ്നമാക്കപ്പെട്ട് വിരൂപമാക്കപ്പെട്ട് പരസ്യമായി അവിടെ നിർത്തിയിരിക്കുകയാണ്. അന്നേരം ആ ഒരു പെന്തിക്കോസുകാരി എന്ന് പറയുന്നത്
അന്നേരമാണ് ഒരു പെന്തിക്കോസുകാരി വന്ന് പറയുന്നത്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ആ അമേരിക്കൻ കമ്പനിയിൽ പോയി ഇരിക്കുന്നതെന്ന്. ഞാൻ അമേരിക്കൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ബംഗളൂരുവിൽ. ഞാൻ എങ്ങനെയാണ് ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നതെന്ന് നോക്കണം. നീ ഇങ്ങനത്തെ ദർശനമൊന്നും പ്രാപിച്ചു വന്നതല്ല പെന്തിക്കോസ്. നിന്നെ ആരാണ്ട് പിടിച്ച് അപ്പനപ്പന്മാരായിട്ട് പെന്തിക്കോസ് ആയതുകൊണ്ട് വെള്ളത്തിൽ പിടിച്ചിട്ടു, അങ്ങനെ പെന്തിക്കോസ് എന്നും പറഞ്ഞിങ്ങനെ വരുന്നു, അത്രമാത്രം. പിന്നെ ബഹുഭൂരിപക്ഷം പേരും ഇപ്പം ന്യൂ ജനറേഷൻ പെന്തിക്കോസിലേക്ക് ചേക്കേറുന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ അവിടെ റോമാലേഖനം 12-ാം അധ്യായം ഇല്ല. അവിടെ റോമാലേഖനം 12-ാം അധ്യായവും ഇല്ല, അവിടെ ലേവ്യ പുസ്തകവും ഇല്ല, അവിടെ യാഗപീഠവും ഇല്ല, അവിടെ തീയും ഇല്ല, പുകയില്ല, ഒന്നുമില്ല. അവിടെ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം ഇങ്ങനെ ഒഴുകുന്നുകൊണ്ട് മൊത്തത്തിലെല്ലാം കെട്ടുകിടക്കുകയാണ്. അവിടെ ഇങ്ങനത്തെ ദർശനങ്ങളൊന്നുമില്ല. അവിടെ ഈ ഭൂമിയിൽ എങ്ങനെയാണ് നമ്മൾ സുഖിമാന്മാരായി ജീവിക്കാൻ പറ്റുന്നത്, ഇവിടെ എങ്ങനെയാണ് നമ്മൾ ധനാഢ്യരാകുന്നത്, കുലദിവസത്തിൽ എന്ന പോലെ സുഖിച്ച് പൊളച്ച് ജീവിക്കുന്നത് എങ്ങനെയാണ്, പുറമേയുള്ള മനുഷ്യനെ എങ്ങനെ സൗന്ദര്യവൽക്കരിക്കാം, എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നുള്ള റിസർച്ചുകൾ നടക്കുന്ന റിസർച്ച് സെൻറ്ററുകളാണ് ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ് ചർച്ചുകൾ എന്ന് പറയുന്നത്. റിസർച്ച് സെൻറ്ററുകളാണ്. എങ്ങനെ ഈ ലോകത്തെ ആസ്വദിക്കാം, ഏറ്റവും മനോഹരമായി ആസ്വദിക്കാം എന്നുള്ള കാര്യത്തിന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അതേസമയം നമ്മളെപ്പോലെയുള്ള മനുഷ്യർ ഇവിടെ എന്താ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഒരു മനുഷ്യൻ പോലും നമ്മോട് കൂടെ നിൽക്കാനില്ലെങ്കിലും നമ്മൾ മാത്രമേ ഉള്ളൂ എങ്കിലും ഈ ലോകത്തിന് അനുരൂപരാകരുത്. പെട്ടെന്നൊരു വാക്യം അതിനോട് ചേർത്തങ്ങ് പറയാം. ഗലാത്യ ലേഖനം 2:5 ഇവിടെ പൗലോസ് ലീഗ് പറയാണ്, സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്ന്. ഞങ്ങൾ ഒരു പുള്ളിക്കും വഴങ്ങിക്കൊടുത്തില്ലെന്ന്. ഇവിടെ ന്യൂ ജനറേഷൻ അല്ല, നമ്മുടെ ഈ പെന്തിക്കോസിലെ പാസ്റ്റർമാരെല്ലാം ലോകത്തിൻ്റെ പുറകെ പോയാലും നമ്മൾ എന്ത് ചെയ്യരുത്, സറണ്ടർ ചെയ്യരുത്, വഴങ്ങിക്കൊടുക്കരുത്. ഒരുത്തനെങ്കിൽ ഒരുത്തൻ അവൻ അവസാന ശ്വാസം വരെ നിൽക്കണം. അതാണ് നമുക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്. അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വരും. തോട്ടത്തിൽ അങ്ങനെയല്ലേ വന്നത്. നമ്മൾ ഇച്ചിരിയൊക്കെ നന്മതിന്മകളൊക്കെ ഒന്ന് ആസ്വദിക്കേണ്ടതെന്നാ വല്യമ്മച്ചിയോട് ചോദിച്ചത്. ഇച്ചിരി നന്മതിന്മകളൊക്കെ ഒന്ന് ആസ്വദിച്ച് മുന്നോട്ട് പോകാതെ എന്നും ഇങ്ങനെ പോയാൽ ഒക്കുമെന്നാണ് ചോദിച്ചത്. ഈ വെയിലാറിയ സമയത്ത് എന്നും ഇങ്ങനെ ഒരു കൂട്ടായ്മ, അത് മാത്രമല്ല നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഈ പെന്തിക്കോസിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ന്യൂ ജനറേഷനിൽ പോയി ഇച്ചിരി നന്മയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ, നന്മതിന്മകൾ. അങ്ങനെ ഇച്ചിരി ലോകം ആസ്വദിക്കാനൊക്കെ ചിലരൊക്കെ അടുത്ത ദിവസം പറയാനിടയായി, ഒരു കുഴപ്പമില്ല പാസ്റ്ററെ, അങ്ങനെ പോയതുകൊണ്ട് ഒരു ദോഷവും വന്നില്ല, വച്ചടി കയറ്റമായിരുന്നു, പിന്നെ പണ്ടത്തെ പോലെയുള്ള ആ സ്ട്രിക്റ്റും അങ്ങനെയുള്ള തുടരുത് പിടിക്കരുത് അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളിവിടെ ഫുൾ ഫ്രീഡത്തിലാണ്, ഫുൾ ഫ്രീഡമാണ്. 2025 തകർപ്പൻ വാഗ്ദാനങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഡിസംബർ 31 വന്നോട്ടെ, ഡിസംബർ 31 വന്നോട്ടെ. ഞങ്ങൾ ആസ്വദിക്കാൻ പോവുക 2025 എല്ലാ നിലകളിലും. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് ഇതെല്ലാം പതിച്ചു തരാൻ പോവുക ഈ ഭൂമി മുഴുവനും. അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അതേസമയം നമ്മൾ എന്നാ പറയുന്നത്, ഈ പറഞ്ഞ പുള്ളികൾക്കൊന്നും ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കരുന്നേ. ഇവരുടെ ആശയങ്ങളും ഇവരുടെ ഉപദേശങ്ങളും ഇവരുടെ മുടി നട്ടുപിടിപ്പിക്കലും ഇവരുടെ കോലം മാറ്റലും ഇവരുടെ പരിപാടിക്കൊന്നും വഴങ്ങിക്കൊടുക്കരുത്. ഇതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയല്ല. ഇതൊന്നും ക്രൂശിങ്കിലേക്ക് ആളുകളെ അടുപ്പിക്കുന്ന കൂട്ടരല്ല. ഇതൊക്കെ തങ്ങളിലേക്ക് തന്നെ ജനത്തെ ആകർഷിക്കുകയാണ്. ഇവർ ജനത്തിൻ്റെ ദേഹിയെ സ്പർശിക്കുന്ന, അതായത് സോൾലെറ്റ് ലൈഫ് നയിക്കുന്നവരാണ്. ജനത്തിൻ്റെ ദേഹിയെ ഉണർത്തുന്നവരാണ്, അല്ലാതെ സത്യവചനം പ്രസംഗിക്കുന്നവരല്ല. സത്യവചനം പ്രസംഗിക്കുന്നവൻ്റെ മുമ്പിൽ ഇത് മുഴുവനും വെളിപ്പെടും. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നല്ലേ, സകലതും ബലിപീഠത്തിൽ വെക്കണം, അരയും മുറിയും വെച്ചാൽ പോരാ, വാലൊക്കെ തോലുരിക്കണം. അതിൻ്റെ പ്രാധാന്യം എന്തെന്നുള്ളതാണ് റോമാലേഖനം 8:11 കാണിച്ചു തന്നത്. അതിനു വേണ്ടിയിട്ടാണ് റോമാലേഖനം 8:11 വായിച്ചത്. കാഹളം ധ്വനിക്കും. കാഹളം ധ്വനിക്കുമ്പോൾ ആകാശങ്ങളിലൂടെ കടന്നു പോകണോ? മോശയെ ഓർത്ത് നോക്കുക, യോശുവയെ ഓർത്ത് നോക്കുക. ആ പുള്ളി അവർക്ക് 2 പേർക്കും എതിരെ അന്ന് ഒബ്ജക്ഷൻ പറഞ്ഞതാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊള്ളുക, ചുമ്മാതെയൊന്നും അല്ല പ്രസംഗിക്കുന്നത്. വളരെ ഗൗരവമായ കാര്യമാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇവിടെയെല്ലാം ഞാൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അല്ലേ. ഈ ലിവ്യ പുസ്തകത്തിലൂടെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെയല്ലേ പരിചയപ്പെടുത്തിയത്. ഒരു വാക്യോടെ പറഞ്ഞില്ലല്ലോ. ഉത്തമഗീതം 4:7 പറയുന്നത്, തൻ്റെ മണവാട്ടിയോടുള്ള ബന്ധത്തിൽ പറയുന്നത്, എൻ്റെ പ്രിയ സർവാംഗ സുന്ദരിയാകുന്നു എന്നാണ്. അതായത് ഭാവിയിലേക്ക് പറയുകയാണ്, പ്രിയ സുന്ദരിയാകണം, സുന്ദരിയാകുന്നു, സർവാംഗ സുന്ദരിയാണ്. ഇപ്പം മണവാളൻ സർവാംഗ സുന്ദരനാണെങ്കിൽ മണവാട്ടിയും സർവാംഗ സുന്ദരിയാകണം. മണവാളൻ സർവാംഗ സുന്ദരനാണെങ്കിൽ
മണവാട്ടിയും സർവാംഗ സുന്ദരിയാകണം. അതെങ്ങനെ ആ സൗന്ദര്യത്തിലേക്ക് വരാൻ പറ്റും? മണവാളൻ പോയ അതേ വഴിയിലൂടെ പോയാൽ മതി. മണവാളൻ സമ്പൂർണമായ സമർപ്പണത്തിൽ ബലിപീഠത്തിലായിരുന്നു. അങ്ങനെയെങ്കിൽ മണവാട്ടി സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കണം, ഞാൻ ഇനി എനിക്കായി ജീവിക്കുന്നില്ല, ആ തേജോമയമായ അനുഭവത്തിലേക്ക് എന്നെയും നടത്തണം. മണവാളൻ്റെ അതേ സൗന്ദര്യത്തിലേക്ക് മണവാട്ടി വന്നില്ലെങ്കിൽ മണവാളനോടുകൂടെ ഒരുമിച്ച് സിംഹാസനത്തിൽ ചേർന്നിരിക്കാൻ പറ്റില്ല. അത് ഞാൻ എഴുതി വെച്ച് തരാം. അത് ഗ്യാരണ്ടി, 3 തരം ഗ്യാരണ്ടി. ഇനി അതിനകത്തൊന്നും ഒരു തർക്കവും വേണ്ട, സംശയവും വേണ്ട. സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സംശയമൊക്കെ മാറ്റിയിട്ട് പൊക്കോളുക, അല്ലെങ്കിൽ ആ സംശയം നിങ്ങളെ കുഴിയിലിറക്കി കളയും. ആട്ടെ, ഇതിനോടനുബന്ധിച്ച് ഞാൻ ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന 1 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളിലൂടെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തെയാണ് കാണിക്കുന്നത്, സമർപ്പിത ജീവിതത്തെയാണ് കാണിക്കുന്നത്. 14 മുതൽ അതിൻ്റെ 16 വരെയുള്ള വാക്യങ്ങൾ, ആ 3 വാക്യങ്ങൾ, ആ വാക്യങ്ങൾ കാണിക്കുന്നത് പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ പുനരുദ്ധാന ജീവിതത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുനരുദ്ധാന ജീവിതത്തെ ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭോജനയാഗത്തെക്കുറിച്ച് പറയുന്നു. അത് കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തെ കാണിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹോമയാഗം തൻ്റെ മരണത്തെയാണ് കാണിക്കുന്നത്. ആ ഹോമയാഗത്തിനകത്ത് രക്തവും മാംസവും ഉണ്ട്. അതേസമയം ഭോജനയാഗത്തിൽ രക്തവും മാംസമൊന്നുമില്ല. അവിടെ നേരിയ മാവാണ് അർപ്പിക്കുന്നത്. ഞാൻ ഭോജനയാഗത്തിൻ്റെ ഒരു വിശദീകരണത്തിലേക്കോ പ്രസംഗത്തിലേക്കോ ഒന്നും അല്ല പോകുന്നത്. എന്നാൽ പ്രൈമറി ആയിട്ട് നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ചിലരോടൊക്കെ ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചോദിച്ചു. തക്കതായ മറുപടികളൊന്നും എനിക്ക് പല കാര്യത്തിലും വന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന കാര്യമൊക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക എവിടെയെങ്കിലുമൊക്കെ. പിന്നീട് ചോദിക്കുമ്പോൾ അന്തം വിട്ടിരിക്കാൻ ഇട വരരുത്. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ഭൂമിയിലെ ജീവിതമാണ്, ഐഹിക ജീവിതത്തെയാണ് കാണിക്കുന്നത്. നേരിയ മാവെന്നുള്ള നിലയിൽ ഐഹിക ജീവിതത്തെയാണ് കാണിക്കുന്നത്. തകർക്കപ്പെട്ട് ഉടയ്ക്കപ്പെട്ട് പൊടിയപ്പെട്ട് നേരിയ മാവായി തീർന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, അത് വിവിധ നിലകളിൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ പാരഗ്രാഫിൽ നേരിയ മാവ് എന്നുള്ള നിലയിൽ തന്നെ അർപ്പിക്കുന്ന കാര്യമുണ്ട്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഫ്രൈ പാനിലും ഒക്കെ കൊണ്ടുവന്ന് അർപ്പിക്കുന്ന കാര്യമുണ്ട്, ഓവനിൽ അർപ്പിക്കുന്ന കാര്യമുണ്ട്. ആ 3 കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമായി നമ്മൾ റിലേറ്റ് ചെയ്ത് പറയും. വലിയൊരു പഠനം അതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ഐഹിക ജീവിതത്തെക്കുറിച്ച്, ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ചാണ് ആ ഭാഗത്തിൻ്റെ വിശദീകരണങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് 14 മുതലുള്ള വാക്യങ്ങളിൽ തൻ്റെ പുനരുദ്ധാന ജീവിതത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ ആദ്യഫലങ്ങളുടെ ഭോജനയാഗം യഹോവയ്ക്ക് കഴിക്കുന്നുവെങ്കിൽ കതിർ ചുട്ട് ഉതിർത്ത മണികൾ ആദ്യഫലങ്ങളുടെ ഭോജനയാഗമായി അർപ്പിക്കണം. കതിർ ചുട്ട്, അതായത് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പല രീതിയിൽ ചിന്തിക്കാം. കതിർ ചുട്ട മണികളെന്ന് പറയുമ്പോൾ ഗോതമ്പിൻ്റെ കതിര് കൊയ്തുകൊണ്ട് വന്നിട്ട് അത് ചുട്ടെടുക്കുന്ന കാര്യമുണ്ട്. അതേസമയം ഇത് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് ഈ കോണെന്ന് പറയുമ്പോൾ ചോളത്തിൻ്റെ പച്ച ചോളം കൊണ്ടുവന്ന് അത് തീയിൽ ചുട്ടെടുത്തിട്ട് അതിൻ്റെ മണികൾ ഉതിർത്തെടുക്കും. കേരളത്തിലുള്ളവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് വലിയ അറിവില്ല. ഇവിടെ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഉള്ളവർക്ക് ഈ കാര്യങ്ങൾ അറിയാം. കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ചോളം ഇങ്ങനെ ഉന്തുവണ്ടിയിൽ തള്ളിക്കൊണ്ട് വരും. എന്നിട്ട് അത് പുഴുങ്ങി കൊടുക്കുന്നവരുണ്ട്. തീക്കനലുമായിട്ട് വന്നിട്ട് അതിങ്ങനെ കനലിൽ വെച്ചിട്ട് ഇങ്ങനെ വീശി അതിങ്ങനെ കത്തിച്ചെടുക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇത് ഒരു പച്ചയായ അതിൻ്റെ ആ ഒരു കവറിനകത്താണല്ലോ ഇതിരിക്കുന്നത്. അതിനകത്ത് ഈ ചോളം നല്ല സ്വർണ്ണവർണ്ണമാണ്, ഗോൾഡൻ കളറാണ്. മനോഹരമായൊരു രൂപമാണ് ശരിക്കും. അതിൻ്റെ പിക്ചറൊന്നും ഇപ്പോൾ കാണിക്കാൻ നമുക്ക് സമയമില്ല, സാവകാശമില്ല. നിങ്ങൾ മനസ്സിലാക്കുക. ഭോജനയാഗത്തോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ 13 വാക്യങ്ങളിൽ നേരിയ മാവ് അർപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആദ്യഫലം ഭോജനയാഗം എന്ന നിലയിലും അർപ്പിക്കും. ആദ്യഫലം അല്ലാതെ അർപ്പിക്കുന്നുണ്ട്, അത് ഭോജനയാഗം എന്ന നിലയിൽ അർപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഭോജനയാഗം എന്ന നിലയിൽ അർപ്പിക്കും. അങ്ങനെ അർപ്പിക്കുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പാറ്റേണിലായിരിക്കണം. അതായത് ഈ പച്ചക്കതിരുമായി കൊണ്ടുവരുന്ന ആ ചോളം, അതിൻ്റെ പച്ചക്കതിര് മാറ്റിയിട്ട് അതിൻ്റെ പച്ച കവറിങ് ഉണ്ടല്ലോ അത് മാറ്റിയിട്ട്, അത് പച്ചയാണ്, ശരിക്കും പച്ചയാണ്. അത് തീക്കനലിനകത്തേക്ക് വെച്ച് ചുട്ടെടുത്ത്
അത് തീക്കകത്തേക്ക് വെച്ച് അതൊന്ന് പൊള്ളിക്കുകയാണ്. അതായത് ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണ്. പൊള്ളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും സഹോദരങ്ങളെ? ഈ സ്വർണ്ണവർണ്ണത്തിലുള്ള ആ ചോളം അത് തീക്കനലിനകത്തേക്ക് വെച്ച് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കറക്കിയെടുത്ത് കഴിഞ്ഞാൽ, നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഈ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഏതായാലും വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ചിക്കൻ ബോക്സ് വന്ന ഒരു പിക്ചർ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ, പഴയൊരു പിക്ചർ ഇരിപ്പുണ്ട്, അതൊന്ന് കാണിക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ഈ ചോളം തീക്കകത്തോടെ വിട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഇരിക്കും. അതുപോലെ ഒരു സൂചി കുത്താൻ ഇടയില്ലാത്ത കണക്കിനായിരുന്നു ഈ പുള്ളിക്കുത്ത് പോലെ ഇങ്ങനെ പാടന്നു വന്നത്. സെയിം അതുപോലെ തന്നെയായിരിക്കും ഇത്. അതെന്തിനായിരിക്കും സഹോദരങ്ങളെ അങ്ങനെ പറഞ്ഞത്? ഇതങ്ങ് കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ പോരെ? പിന്നെ തീക്കകത്ത് ചുട്ടിട്ട് ആ മണികൾ ഉതിർത്തെടുത്ത് അങ്ങനെ സമർപ്പിക്കണോ എന്നൊക്കെ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കാര്യം ഈ വാക്യത്തിൽ നമ്മൾ കാണുന്ന ആദ്യഫലം എന്നുള്ളതാണ്. ആദ്യഫലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന എവിടെയാണ്? 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ന്റെ 20-ാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ 1 കൊരിന്ത്യർ ലേഖനം 15-ന്റെ 20 എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ ആദ്യഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവാണ് ആദ്യഫലം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ് ആദ്യഫലം. അപ്പോൾ ആദ്യഫലം എന്നുള്ളൊരു വിഷയം പറയുമ്പോൾ അത് കർത്താവുമായി റിലേറ്റഡാണ്, ക്രിസ്തുവുമായി റിലേറ്റഡാണ്. ഇവിടെ ആദ്യഫലം എന്നുള്ള നിലയിൽ ഭോജനയാഗം അർപ്പിക്കുകയാണെങ്കിൽ അത് തീയിൽ ചുട്ട് ഈ പറഞ്ഞ രീതിയിലാണ് എടുക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതത്തെയും ക്രൂശുമരണത്തെയും എല്ലാം ചേർത്ത് വെച്ചാണ് അത് നമ്മൾ പറയുന്നത്. ഇത് പറയുമ്പോഴാണ് യെശയ്യാവ് 53-ാം അധ്യായം തുറക്കുന്നത്. യെശയ്യാവ് 53-ന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒരു സൗന്ദര്യവുമില്ലെന്നുള്ള കാര്യമാണ് 2-3 വാക്യത്തിലൂടെയൊക്കെ നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിലൂടെയും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മനോഹരമായ ആ ചോളം തീക്കനലിനകത്തേക്ക് വെച്ച് പൊള്ളിച്ച് കറുത്ത പാടുകളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആ കറുത്ത പാടുകളൊക്കെ വരുമ്പോൾ അതിനകത്ത് ഒരു വിരൂപമായ ഒരു സാഹചര്യമാണ് നമ്മുടെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് ബാഹ്യമായി നമ്മൾ നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. പുറമേ നിന്ന് നോക്കിയവരെല്ലാം പറഞ്ഞത് എന്താ? രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക യാതൊന്നുമില്ലെന്നാണ് പുറമേ നിന്ന് നോക്കി എല്ലാ മനുഷ്യരും വിധിച്ചതും പറഞ്ഞതും മനസ്സിലാക്കിയതുമായ കാര്യം. അവനോട് അടുത്തവർക്ക് മാത്രമാണ് അവൻ്റെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലാത്ത എല്ലാവരെയും സംബന്ധിച്ചും അങ്ങനെയായിരുന്നു. അത് തന്നെയല്ല, തൻ്റെ ഇഹലോക ജീവിതവും അങ്ങനെ തന്നെയല്ലായിരുന്നോ? കർത്താവിൻ്റെ ഇഹലോക ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. മറ്റുള്ള ആളുകളെല്ലാം തന്നെക്കുറിച്ച് അങ്ങനെയല്ലേ പറഞ്ഞത്? നമ്മൾ ഇന്ന് ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പനായിരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഈ പറയുന്ന 2000 വർഷം മുമ്പുള്ള ഒരു ജൂയിഷ് കാർപ്പൻറ്റർ എന്നുള്ള നിലയിൽ നമ്മുടെ കർത്താവിനെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. BBC ഒക്കെ ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ പിക്ചർ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് അവർ ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ കാര്യങ്ങൾ അത് 100% ആണെന്നല്ല, ആ കാലത്ത് ഈ പലസ്തീനിലുള്ള യഹൂദന്മാരുടെ ഒരു പിക്ചർ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള നിലയിൽ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അത് ഈ ഫോട്ടോയിൽ കാണുന്ന യൂറോപ്യന്മാരായ യേശുക്രിസ്തു, ഈ കത്തോലിക്കരുടെ യേശുക്രിസ്തു എല്ലാം യൂറോപ്യന്മാരായ യേശുക്രിസ്തുവിനെയാണ് അവർ ഇങ്ങനെ പൂച്ചക്കണ്ണുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന അവർ കാണിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. അത് തന്നെയല്ല, ക്രൂശീകരണത്തോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മൾ കുറേ വാക്യങ്ങൾ യെശയ്യാവ് 50-ാം അധ്യായത്തിൽ നിന്നൊക്കെ വായിക്കുമ്പോൾ അവൻ്റെ മുഖത്തെ രോമം പിഴുതുപറിച്ചു, കാർക്കിച്ച് തുപ്പി ആ കന്നത്തടിച്ചു, അങ്ങനെ അടിച്ച് പല്ലൊക്കെ കൊഴിച്ച് കാണും. രോമമൊക്കെ പിഴുതു പറിക്കുമ്പോൾ ചോര വരില്ലേ? അങ്ങനെ ചോരയൊക്കെ ഒഴുകി അത് കട്ട പിടിച്ച് അങ്ങനെ യെശയ്യാവ് 53 പറയുന്ന പോലെ അവനെ കണ്ടാൽ ആളെന്ന് തോന്നില്ലെന്നാണ് പറയുന്നത്. മനുഷ്യരൂപമായിട്ട് പോലും തോന്നില്ല. അങ്ങനെ വിരൂപമാക്കപ്പെട്ട ഒരവസ്ഥയാണ് നമ്മൾ ആ വാക്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാകുന്നത്. കർത്താവിൻ്റെ ഇഹലോക ജീവിതമാകട്ടെ, പിന്നത്തേതിൽ ആ ബലിമരണത്തോടുള്ള ബന്ധത്തിലാകട്ടെ, അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്, നിന്റെ ആദ്യഫലങ്ങളുടെ ഭോജനയാകെ യഹോവയ്ക്ക് കഴിക്കുന്നുവെങ്കിൽ കതിർ ചുട്ട് ഉതിർത്ത മണികൾ ആദ്യഫലം എന്ന നിലയിൽ അർപ്പിക്കണം. തീയിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളാണ്, തീയുടെ അനുഭവങ്ങൾ, തൻ്റെ ജീവിതമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്, തീയുടെ അനുഭവങ്ങൾ. അത് കണ്ടിട്ടാണ് പത്രോസ് പറയുന്നത്, ഒരു മാതൃക അവൻ വെച്ചേച്ചു പോയി, ആ കാൽച്ചുവടുകളെ നാം പിന്തുടരണമെന്ന്. അത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെയാണ് പറയുന്നത്, അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഇങ്ങനെയായിരുന്നു.
ഈ ലോകം അവനെ പകച്ചു, ഈ ലോകം അവനെ വെറുത്തു, അവനെ നിന്ദിച്ചു, അങ്ങനെ എല്ലാ നിലകളിലും ദുഷിച്ചു. അവനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒരു സൗന്ദര്യമൊന്നുമില്ലായിരുന്നു. ആ ക്രിസ്തുവിൻ്റെ അനുയായി, ആ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ഈ ഭൂമിയിൽ മുടി നട്ട് വളർത്താനും മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാനും ഒക്കെ പോവുക എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ലേവ്യ പുസ്തകമോ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമോ ഒരു പുസ്തകവും വെളിപ്പെട്ടിട്ടില്ലെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഈ തിരുവചന സത്യങ്ങളൊക്കെ ആഴത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി എത്ര സമർപ്പിതനായിരിക്കണം, ആ സമർപ്പണാനുഭവത്തിലായിരിക്കണം ജീവിതത്തിൻ്റെ ഒടുക്കം വരെ സമ്പൂർണ്ണ സമർപ്പണം. ബാഹ്യ അലങ്കാരങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ലെന്നേ. ബാഹ്യമായ ഒരു അലങ്കാരങ്ങൾക്കും പ്രസക്തിയില്ല. കാരണം ബലിപീഠത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറമേ ഉള്ളതിനൊന്നും ഒരു പ്രാധാന്യമില്ല, അകമേ ഉള്ളതിനാണ് പ്രാധാന്യം. മനസ്സിലാക്കുക, പുറമേ ഉള്ളതിനൊന്നും ഒരു പ്രാധാന്യമില്ല, അകമേ ഉള്ളതിനാണ് പ്രാധാന്യം. തീയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ട മനുഷ്യരാ നമ്മൾ. തീയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാ. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെയാണ് കാണേണ്ടത്. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെയാണ് കാണുന്നത്. നമ്മെ കണ്ടൊരു അട്രാക്ഷൻ അല്ല ആളുകൾക്ക് തോന്നേണ്ടത്. ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ, അങ്ങനത്തെ അട്രാക്ഷനൊന്നും വേണ്ടെന്നേ. നാം ആ സമർപ്പണത്തിലാണെങ്കിൽ ഈ പറയുന്ന തീയുടെ അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ ആർക്കും വലിയ അട്രാക്ഷനൊന്നും തോന്നില്ല സമർപ്പിത ജീവിതത്തെ കാണുമ്പോൾ. അതേസമയം നമ്മിൽ വ്യാപരിക്കുന്ന അഭിഷേകം പലരെ അട്രാക്റ്റ് ചെയ്യും. ആ അഭിഷേകം നമ്മിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യണം, അല്ലേ? നമ്മിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം നമ്മിലേക്ക് ആളുകളെ അടുപ്പിക്കുമ്പോഴും അവർ കാണുന്നത് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മിലൂടെ വെളിപ്പെടുന്നതാണ്, അല്ലേ? ക്രിസ്തുവിനെയാണ് അവർ അനുഭവിക്കാൻ പോകുന്നത്, നമ്മിലൂടെ അനുഭവിക്കാൻ പോകുന്നത്. അല്ലാത്ത നിലയിൽ നമ്മൾ ആളുകളെ നമ്മിലേക്ക് ആകർഷിക്കുന്ന കോലാഹലങ്ങൾക്കൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ കത്തോലിക്ക വിട്ടത്, പിന്നെ എന്തിനാ ഓർത്തഡോക്സ് വിട്ടത്? അവിടെ നിന്നാൽ പോരായിരുന്നു? അവിടെ ഏതെങ്കിലും അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമോ? അവിടെ ഇങ്ങനത്തെ പ്രസംഗമൊന്നുമില്ല കേട്ടോ. അവിടെയൊന്നും ആരും നിങ്ങളെ ശല്യം ചെയ്യില്ല. വിളിച്ചിരുത്തി 2 മണിക്കൂർ ലേവ്യ പുസ്തകം 2-ാം അധ്യായം 1-ാം അധ്യായം സമ്പൂർണ്ണമായി തീക്കകത്ത് വെക്കണം. പിന്നെ എന്നാ ആദ്യഫലത്തിൻ്റെ ഭോജനയാഗം എന്ന നിലയിൽ അർപ്പിക്കുന്നെങ്കിൽ അതിങ്ങനെ തീയിലൂടെ കടത്തി വിട്ടിട്ട് അത് പിന്നെ എന്താ ആ മണികൾ ഉതിർത്തെടുക്കണം. അതും കഴിഞ്ഞിട്ട് പിന്നെയുണ്ട്. താഴേക്ക് വായിക്കുമ്പോൾ അവിടെയൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്മേൽ എണ്ണയൊഴിച്ച് അതിന്മേൽ കുന്തിരിക്ക വിടണം. അപ്പോൾ അവിടെ എണ്ണയൊഴിക്കേണ്ട വിഷയമുണ്ട്, അവിടെ കുന്തിരിക്ക വിടേണ്ട വിഷയമുണ്ട്. നാം ആത്മനിറവിൽ ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യതയും പിന്നെ കുന്തിരിക്ക വിടുക എന്നൊക്കെ പറഞ്ഞാൽ വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കുന്തിരിക്കേടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെടുത്തി എക്സ്പ്ലെയിൻ ചെയ്യും. എണ്ണയൊഴിക്കുക എന്ന് പറഞ്ഞാൽ ആത്മനിറവിൽ ജീവിക്കുക എന്നുള്ള കാര്യമൊക്കെയാണ് അവിടെ പറഞ്ഞു വരാനുള്ളത്. അതൊക്കെ ആയിരിക്കണം ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയുടെ ഉള്ളിലെ താല്പര്യം. അല്ലാതെ കാണുന്ന ബ്യൂട്ടി പാർലറിലൂടെ എല്ലാം കയറി ഇറങ്ങി നടന്ന് ഒരു 10-15 മുടി കണ്ടിച്ച് ഇങ്ങനെ കണ്ണിൻ്റെ ഇതിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കലൊന്നും അല്ല ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയുടെ രീതി എന്നൊക്കെ പറയുന്നത്, അല്ലേ? ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കന്നഡ ചർച്ചുകൾ, തമിഴ് ചർച്ചുകൾ, തെലുങ്ക് ചർച്ചുകളിലൊക്കെ വന്നാൽ മൊത്തത്തിലല്ല ഒരളവിൽ ന്യൂജന്മാരുടെ കാര്യം മൊത്തത്തിൽ പറഞ്ഞ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഈ കിറിയലൊക്കെ ഇങ്ങനെ ചായം പൂശിയൊക്കെ പോകുന്ന പോക്ക് കാണണം. സിനിമാ സെറ്റിൽ പോലും അവിടുത്തെ നടിമാർ ആ സെറ്റിലേക്ക് വരുന്നതൊക്കെ അവരെല്ലാം സെറ്റ് സാരി എടുത്തോട്ടായിരിക്കും പാവങ്ങൾ. ഈ കക്ഷികളൊക്കെ പോകുന്ന പോക്ക് കാണണം. അതായത് ഈ വചനത്തിൻ്റെ ഒന്നും ABCD ഇവർക്ക് മനസ്സിലായിട്ടില്ല. ചില സമയത്ത് ഇവരൊക്കെ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അങ്ങനെ ഈ ലിഫ്റ്റിക്കൊന്നും തൂക്കരുന്ന് ബൈബിളിൽ എവിടെയാണ് വാക്യമുള്ളതെന്ന്. അങ്ങനെ വാക്യമുണ്ടോ? ബൈബിളിൽ അങ്ങനെ വാക്യമൊന്നുമില്ല കേട്ടോ. തൂത്തോ നന്നായിട്ട് തൂത്തോ, അല്ല കട്ടിക്ക് തൂത്തോണം. തൂക്കുമ്പോൾ ശരിക്കും തൂക്കണം. കാശ് കൊടുത്ത് നമ്മൾ മേടിച്ചതാണ്. നമ്മുടെ ചുണ്ട്, നമ്മുടെ കാശ്, നമ്മുടെ സൂത്രം, അതൊക്കെ നന്നായിട്ട് തൂത്ത് എല്ലാ രീതിയിലും അടിച്ച് പൊളിച്ച് തകർത്ത് പൊയ്ക്കൊള്ളുക. ഇത് നിങ്ങൾക്കുള്ള പ്രസംഗമല്ല. ഇത് സമർപ്പിതരായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രസംഗമാണ്. ആ ക്രൂശിൻ്റെ ദർശനം കണ്ടവരോടുള്ള ബന്ധത്തിലാണ് ഈ മെസ്സേജ് പൂർത്തിയാകാൻ പോകുന്നത്. ആ ദർശനം കണ്ടിട്ടാണ് നിങ്ങൾ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ചതെങ്കിൽ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുമേനി തകർക്കപ്പെട്ട് ഉടയ്ക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ച കണ്ടെങ്കിൽ, അത് നമ്മുടെ ഹൃദയത്തെ നുറുക്കിക്കളഞ്ഞെങ്കിൽ, ആ ശരീരം തച്ചുടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ നമുക്ക് പ്രേരണയായത്. കർത്താവ് ഈ ഭൂമിയിൽ എങ്ങനെ മാതൃകയായിരുന്നോ ആ മാതൃകയിൽ, അതേ മാതൃകയിൽ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതം. ആ ശരീരം പിതാവിന് സമർപ്പിക്കപ്പെട്ട ശരീരമാണത്. പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരവും സമർപ്പിതമായ ശരീരമാണെങ്കിൽ ഇതിനകത്ത് എനിക്ക് അവകാശങ്ങളില്ല, യാതൊരു അവകാശങ്ങളുമില്ല. വിശ്വാസിയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ശുശ്രൂഷകനോടുള്ള ബന്ധത്തിൽ അത്യധികമായിട്ട്, എത്ര ഇരട്ടിയായിട്ടാണ് പറയേണ്ടത്.
ഒരു ശുശ്രൂഷകനോടുള്ള ബന്ധത്തിൽ എത്ര ഇരട്ടിയായിട്ട് ഈ കാര്യങ്ങളുടെ ഗൗരവം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമുക്കിന്ന് പിരിയാം. കുറച്ചും കൂടി അതിൽ നിന്നൊക്കെ പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയം ഇങ്ങനെ മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ വാക്കുകളെ അങ്ങ് ചുരുക്കുകയാണ്. സമർപ്പിതമായൊരു ജീവിതത്തെയാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്, അല്ലേ? നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സമർപ്പിത ജീവിതത്തെയാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്. അതിൽ നിന്നൊരു ആഹ്വാനം നമുക്ക് ലഭിച്ചത് നമ്മളും അതുപോലൊരു സമർപ്പിത ജീവിതത്തിന് ഉടമകളായിരിക്കണം. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഭോജനയാഗത്തിലൂടെ, വിശേഷാൽ അത് ഒരു ആദ്യ ഫലം എന്ന നിലയിൽ അർപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലായത്. ലേവ്യപുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 13 വാക്യം കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ചും, അതുപോലെ തന്നെ പിന്നത്തേതിൽ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ നമുക്ക് ആ വാക്യങ്ങളിലൂടെ കാണാൻ കഴിയുകയാണ്. അതിന് സെക്രിയാവിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് പിന്നത്തേതിൽ യഹൂദന്മാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആ ശരീരത്തിലെ പാടുകൾ എന്താണെന്നൊക്കെ ഉള്ളത്. ആ വിലാപ്പുറത്തെ തുളയും മറ്റ് പാടുകളും ഒക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ അങ്ങനെ ഒക്കെ ഉണ്ടാവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ശരീരത്തിൽ അതൊരു സ്പെഷ്യൽ കേസാണ്. ബാക്കി ആരുടെയും ശരീരത്തിൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കർത്താവ് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ അവരുടെ ചോദ്യത്തിനാണ് മറുപടി കൊടുക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു, ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ, എന്നെ സ്നേഹിക്കുന്നവരുടെ ഭവനത്തിൽ നിന്ന് എനിക്ക് ലഭിക്കപ്പെട്ട അടികളാണെന്നൊക്കെയുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ പോലും ആ മുറിവുകളുമായിട്ടാണ് കർത്താവ് വരുന്നത്. യഹൂദന്മാർ ആ കാഴ്ചയുടെ മുമ്പാകെ വിറങ്ങലിച്ചു പോകും, അല്ലേ? അവരടിച്ച പാടുകൾ, അവർ തകർത്ത പാടുകൾ, അതെല്ലാം അവർ കാണുകയാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഈ ലേവ്യപുസ്തകം 2:14 വാക്യം ഓർമ്മ വരുന്നത്. പച്ചയായ ആ ചോളമാണ് തീക്കകത്തേക്ക് കൊണ്ടുവരുന്നത്. പച്ച എന്നുള്ള വിഷയം പറയുമ്പോൾ അതെല്ലാം കർത്താവുമായി ബന്ധപ്പെട്ടതാണ്. പച്ചയായ കാര്യം, പച്ച മരത്തോടെന്ന് പറയുന്നുണ്ട്, അത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് പച്ചമരം എന്നുള്ളത്. അപ്പോൾ അവിടെ പച്ചമരം എന്ന് പറയുന്നുണ്ട്, ഇവിടെ പച്ചയായ ആ കോണെന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. നമ്മെ ആരെയും അങ്ങനെ പറയാൻ കഴിയില്ല, നമുക്ക് ആർക്കും അങ്ങനെ ഒരു ജീവനില്ല. ആ ജീവനുള്ളത് ക്രിസ്തുവിലാണ്. അപ്പോൾ അങ്ങനെ ആ തീക്കകത്തേക്ക് കൊണ്ടുവരുന്നതും ആ തീയിലൂടെ കടന്നുപോയതുമായ അനുഭവങ്ങൾ അങ്ങനെയാണെങ്കിൽ നാമും ആ സമർപ്പണത്തിലായിരിക്കണം. നമ്മുടെ ജീവിതം അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളാണ്, ആ വീക്ഷണങ്ങളാണ് യെശയ്യാവ് 53 എഴുതിയിരിക്കുന്നത്. അത് നമ്മെക്കുറിച്ചും പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. നമ്മെക്കുറിച്ചും ആളുകൾ അങ്ങനെ പറയട്ടെ, ലോകം അങ്ങനെ പറയട്ടെ. അതിലൊന്നും ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. ഇതാണ് സത്യവചനം, ഇതാണ് പത്യോപദേശം, ശരിയായ ഉപദേശത്തിൻ്റെ വഴിയാണ് പറഞ്ഞു തരുന്നത്. കാഹളം ധ്വനിക്കുമ്പോൾ കേൾക്കാൻ പാകത്തിന് വിശുദ്ധന്മാരെ ഒരുക്കുക, സജ്ജമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കൂടിവരവിൻ്റെ ഉദ്ദേശം. കഴിഞ്ഞ 4 വർഷക്കാലം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിൽ വിലപ്പെട്ട ആലോചനകൾ ശ്രവിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ സ്വർഗ്ഗത്തിലെ ദൈവം അവസരം തന്നു. എല്ലാ മഹത്വവും സകല പുകഴ്ചയും ഞാൻ തിരുപാദപീഠത്തെങ്കിൽ അർപ്പിച്ചുകൊണ്ട് സകല സഹോദരന്മാരെയും കർത്താവിൻ്റെ കൃപയുടെ വചനത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.